رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلم صلى الله عليه وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അധ്യക്ഷരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, നാട്ടുകാരെ, ആരും വർത്തമാനം പറയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസാണ്. അല്ലാഹു തആല നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ദോഷം പുറത്തിരട്ടെ. മുഅ്മിനീങ്ങളെ, തികച്ചും ഇല്ലായ്മയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തികച്ചും ഇല്ലായ്മ. നേരത്തെ ഒരു ഉണ്ടാകൽ എന്ന ഒരവസ്ഥയില്ല. തികച്ചും ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. പണ്ടുള്ള ഒരു സാധനത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം ഒന്നിങ്ങനെ അലകും പിടിയും പുനഃസ്ഥാപിച്ചതാണ് എങ്കിൽ ആ കണ്ടന്റിനെ കുറിച്ച് നമുക്ക് അറിയാമായിരുന്നു എന്തൊക്കെയാണ് അതിൽ അടങ്ങിയത്. ഇതിൽ ഒരു നിർവാഹവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തികച്ചും ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ പടച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ എന്നത് അള്ളാഹുവിൻ്റെ ഒരു മുഖറമായ സൃഷ്ടിയാണ്, ഒരു ആദരിക്കപ്പെട്ട സൃഷ്ടിയാണ്. എവിടെയെല്ലാം എന്തെല്ലാം മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് അറിയുന്നവനും അള്ളാഹുവാണ്. മനുഷ്യന്റെ പരസ്യം അറിയുന്നത് അള്ളാഹുവാണ്. മനുഷ്യന്റെ രഹസ്യം അറിയുന്നതും അള്ളാഹു തന്നെയാണ്. പരസ്യം രഹസ്യം എന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഏതൊരു പരസ്യത്തിനും രഹസ്യമുണ്ട്, ഏത് രഹസ്യത്തിനും പരസ്യവുമുണ്ട്. അപ്പോൾ മനുഷ്യനെ എല്ലാ കാര്യം അറിയുന്നവനാണ് അല്ലാഹു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് പറയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ടനാടിയേക്കാൾ ഞാൻ അവനോട് അടുത്ത് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും ഉള്ളറിയുന്നവനായ, പുറമറിയുന്നവനായ, ഒരു മുൻനിശ്ചയവുമില്ലാതെ തൻ്റെ മശീഅത്ത് പ്രകാരം മാത്രം സംവിധാനിച്ചിട്ടുള്ള മനുഷ്യന്റെ വിജയം എവിടെയാണ്, പരാജയം എവിടെയാണ് എന്നറിയുന്നവനും അല്ലാഹു തന്നെയാണ്. അല്ലാഹു അത് പറഞ്ഞാൽ മനുഷ്യൻ അത് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ അവൻ വിഡ്ഢിയാകും, ഇല്ലെങ്കിൽ അവൻ അക്രമിയാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. ഒരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയർ വന്ന് പരിശോധിച്ചത് മുട്ടി നോക്കി. എത്ര കൊല്ലം കൂടെ ഇങ്ങനെ പോകും? അയാൾ മുട്ടി നോക്കിയിട്ട് പിന്നെ അയാൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അയാൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. 10 കൊല്ലം ഏറി വന്നാൽ, 10 മാസം ഏറി വന്നാൽ അതിനപ്പുറം ഈ ബിൽഡിങ്ങിന് ആയുസില്ല, ഫിറ്റ്നസ് തരാൻ കഴിയില്ല എന്ന് എഴുതി വെച്ചാൽ അതാണ് നിയമം. എന്തുകൊണ്ട്? അയാൾ ആ കാര്യത്തിൽ ജ്ഞാനിയാണ്, വിവരമുള്ളവനാണ്. അപ്പോൾ അയാളുടെ വാക്ക് സ്വീകരിക്കപ്പെടും. അതേ സമയത്ത് ആ ബിൽഡിങ്ങിന്റെ കണ്ടന്റ് അയാളുടേതാണോ? അല്ല. അത് സംവിധാനിച്ചതായ ആളാണോ? അതുമല്ല. അത് ഉണ്ടാക്കിയ കാലത്തെ എഞ്ചിനീയറിംഗിൽ അയാൾ കൂടിയിട്ടുണ്ടോ? അതുമില്ല. പക്ഷെ അയാൾ ആ വിഷയം അറിയുന്ന ഒരാളാണ്. ആ നിലക്ക് അയാൾ എന്തു പറഞ്ഞാലും സ്വീകരിക്കും. എങ്കിൽ മനുഷ്യന്റെ എല്ലാം ഉണ്ടാക്കിയ, അവന്റെ എല്ലാം അറിയുന്ന, അവനെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചിട്ടുള്ള,
അവന്റെ രഹസ്യം അറിയുന്ന, അവന്റെ പരസ്യം അറിയുന്ന, ദിനഗമനങ്ങളിൽ അവന് വരുന്ന വ്യത്യാസങ്ങൾ അറിയുന്ന, പകലന്തികളിൽ അവന്റെ സിരകളിലൂടെ ഒഴുകുന്ന നിണത്തിന്റെ വൈകാരികതയുടെ വ്യത്യാസം പോലും അറിയുന്ന, അവന്റെ ഹൃദയത്തിന്റെ ചൂട് അറിയുന്ന, അതിന്റെ സംവിധാനം അറിയുന്ന, അതെല്ലാം തന്റെ ഖജനാവിൽ നിന്ന് കടം തന്നിട്ടുള്ള അല്ലാഹു മനുഷ്യന്റെ വിജയ പരാജയത്തിന്റെ മാനദണ്ഡം മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയും? ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ചിന്തിക്കുക, ഇത് ചിന്തിക്കണം. ഇത് ഏതൊന്നിനുണ്ടാവും ഒരു മർമ്മം, ഏതൊന്നിനും ഒരു മർമ്മം ഉണ്ടാവും. എന്തിനുണ്ട് ഒരു മർമ്മം? ഒരു കുത്തുകൊണ്ട് ഒരാളെ നിശ്ചലനാക്കാനും കുരുക്കൾക്ക് കഴിയും. ഒരു കുത്തുകൊണ്ട് നിശ്ചലനായ ഒരാളെ ചലിപ്പിക്കാനും കുരുക്കൾക്ക് കഴിയും. മർമ്മറിയുന്ന കുരുക്കൾക്ക് കഴിയും. മർമാണി തൈലെന്നാ പറയാം. മർമ്മത്തിൽ ഫലിക്കുന്നത് കൊണ്ടാണ് ഇതിന് മർമാണി എന്ന് പറയുന്നത്. അപ്പം മർമ്മം അറിയുന്നവനായ അല്ലാഹു, എന്തുകൊണ്ട് ഈ മർമ്മങ്ങളെ പടച്ചവൻ അല്ലാഹുവാണ്. മനുഷ്യന് ഈ ലോകത്ത് മാത്രം ഒരു ജീവിതമല്ല, ഇതിനപ്പുറമുള്ള ഒരു ജീവിതവുമുണ്ട്. അപ്പോൾ കാണപ്പെടുന്ന വെള്ളിക്കോലിൽ മാത്രം മനുഷ്യനെ തൂക്കിയാൽ പറ്റൂല. കാണപ്പെടുന്ന വെള്ളിക്കോല് പോലെ കാണപ്പെടാത്ത വെള്ളിക്കോലും മനുഷ്യനുണ്ട്. രണ്ടിൻ്റെയും ഇടയിലാണ് സൂചി. അത് ആ സൂചിയാകട്ടെ കാണപ്പെടുന്ന സൂചിയുമല്ല. ഇവിടെ വലിയ വലിയ ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ കഴിഞ്ഞുപോയി. കാറൽ മാക്സിനെ പോലെയൊക്കെയുള്ള ആളുകൾ, അവർ വെള്ളിക്കോലിന്റെ ഹാഫ് ഭാഗം മാത്രം നോക്കിയിട്ടാണ് ചാക്ക് തൂക്കിയത്. അവർക്ക് ഈ ലോകത്തിനപ്പുറമുള്ളവരും കാര്യം അവർക്ക് അറിയൂല. എന്നാൽ മനുഷ്യൻ ഈ ലോകം മാത്രമല്ലല്ലോ, മനുഷ്യന് ഇതിനപ്പുറമുള്ള ഒരു ജീവിതവുമുണ്ട്. ഇതിനപ്പുറമുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാ മതക്കാരും ഒരു മനുഷ്യനെ മറവ് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായി സംസ്കരിക്കും. എല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണ്. അവർ ആചാര അനുഷ്ഠാനങ്ങളിൽ രീതികളിലൊക്കെ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ചില സമുദായങ്ങൾ എന്ത് ചെയ്യും? നല്ല പൗഡർ ഇടും, കണ്ണട വെച്ച് കൊടുക്കും, നല്ല ടൈ കെട്ടി കൊടുക്കും, വാച്ച് കെട്ടി കൊടുക്കും. അങ്ങനെയൊക്കെ ഇരുത്തി മറവ് ചെയ്യുന്ന സമുദായങ്ങൾ ഉണ്ട്. ആഭരണത്തോടെ മറവ് ചെയ്യുന്നവരുണ്ട്. നല്ല മനോഹരമായ മേത്തരം വസ്ത്രത്തിൽ മറവ് ചെയ്യുന്നവരുണ്ട്. എന്താണ് ഈ ചിന്തയുടെയൊക്കെ അടിസ്ഥാനം പരലോകം എന്നൊരു കാര്യം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ട് തന്നെയാണ്. അതിൽ പിന്നെ അവർക്ക് തെറ്റ് പറ്റിയിട്ടൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായും മനുഷ്യൻ കൈ കടത്തുമ്പോൾ തെറ്റുമല്ലോ. അപ്പോൾ ഇതിനപ്പുറം ഒരു ജീവിതം ഇവിടെ എല്ലാവരും അടിസ്ഥാനപരമായി അംഗീകരിക്കേണ്ടി വരും. കാരണം ഇത്രയേറെ കഴിവുള്ള ഒരു മനുഷ്യൻ 10, 20, 40, 50 കൊല്ലം കൊണ്ട് അവൻ്റെ എല്ലാം ഒടുങ്ങി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധി അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ മനുഷ്യനെ ഈ ലോകത്ത് വെച്ച് തൂക്കിയാൽ മതിയാവില്ല. മനുഷ്യൻ 2 വെള്ളിക്കോലുണ്ട്, അതിൻ്റെ നടുവിലാണ് സൂചി. ഒന്ന് ഈ ലോകം, ഒന്ന് പരലോകം. അതിൻ്റെയും മർമ്മം മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, വെറുതെ ഇരിക്കരുത്. ഉറക്കപ്പറ, മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. എല്ലാ നിലയിലും മനുഷ്യന്റെ മർമ്മം മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിന്റെ മർമ്മം മുഹമ്മദ് മുസ്തഫ, പരലോകത്തിന്റെ മർമ്മം മുഹമ്മദ് മുസ്തഫ.
കുല്ലുഹും യത്ലുബൂന റിളാഇ വ അന അത്ലുബു റിളാക യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം എൻ്റെ പൊരുത്തം കിട്ടിയാലാണ് കൊതി, എനിക്ക് നിങ്ങളുടെ തൃപ്തിയിലാണ് താല്പര്യം എന്ന് അള്ളാഹു തൻ്റെ അടിമയോട് പറയുന്നുണ്ട് എന്ന് മഹ്ശറിൽ ആരെ നോക്കി? മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ മനുഷ്യന്റെ മർമ്മം എന്തായിരിക്കും? കുല്ലുഹും യത്ലുബൂന റിളാഇ വ അന അത്ലുബു റിളാക യാ റസൂലല്ലാഹ്. എല്ലാവർക്കും എന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാണ് എന്ന് ആഗ്രഹമെങ്കിൽ എനിക്ക് അങ്ങയുടെ തൃപ്തിയിലാണ് ആഗ്രഹമെന്ന് അള്ളാഹു പറയും പുണ്യ നബിയോട്. വെറുതെ ഇരിക്കല്ല, ഞാൻ പറയരുത് കേട്ടോ, അന്ന് ഞാൻ പറയില്ല. ഒരു സദസ്യൻ സലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാളോട് അള്ളാഹ് പറയണമെങ്കിൽ ആ ആളിൽ അള്ളാഹു നിക്ഷേപിച്ച കാര്യം എന്തൊക്കെയായിരിക്കും? കുല്ലുഹും യത്ലുബൂന റിളാഇ വ അന അത്ലുബു റിളാക യാ റസൂലല്ലാഹ്. എല്ലാവർക്കും എൻ്റെ പൊരുത്തമാണ് ഇന്ന് ആഗ്രഹം, എനിക്ക് അങ്ങയുടെ പൊരുത്തമാണ് ആഗ്രഹം എന്ന് അള്ളാഹു തൻ്റെ അടിമയായ മുഹമ്മദ് മുസ്തഫയോട് പറഞ്ഞു. അള്ളാഹു അല്ലേ ഇത് പറയണത്? അള്ളാഹു ആരാണ് ഈ അള്ളാഹു? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയുക, അവൻ ഏകനായ അള്ളാഹുവാണ്. അറിയുക, പിന്നെയും പറയും അറിയുക. എന്തുകൊണ്ട്? അറിഞ്ഞാലും തീരാത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയുള്ള അള്ളാഹു. എന്ത് നിങ്ങൾ ചിന്തിച്ചോക്ക്, എന്ത് ചിന്തിക്ക്. ഒരു UDF-കാരൻ അവൻ്റെ പാർട്ടിക്കാരനെ ജനമധ്യത്തിൽ പ്രശംസിക്കും, അത് ആ പാർട്ടിയുടെ വൽപ്പത്രത്തിന് വേണ്ടിയാണ്. ഒരു LDF-കാരൻ അവൻ്റെ പാർട്ടിക്കാരനെ പ്രശംസിക്കും, അത് ആ പാർട്ടിയുടെ വൽപ്പത്രം കാണിക്കാൻ വേണ്ടിയാണ്. ഇതല്ലല്ലോ. അപ്പൊ അവര് രണ്ടാളും LDF പ്രശംസിച്ചാലും UDF പ്രശംസിച്ചാലും അവർ പ്രശംസിക്കുന്നിടത്ത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത രൂപത്തിലും ചിലപ്പോൾ പ്രശംസിച്ചേക്കാം, താൽക്കാലിക ലാഭത്തിന് വേണ്ടി. അതല്ലല്ലോ, ഇത് ഒരാളല്ലേ. ആരാണ് ഈ ആള്? ഹഖ് തആലയല്ലേ. അവന്റെ പേര് തന്നെ ഹഖ് തആല എന്നാണ്. ഹഖ് തആല, അള്ളാഹുവിന്റെ ഒരു പേര് ഹഖ് തആല എന്നാണ്. മേലയായ സത്യമാണ് അള്ളാഹു, മേലയായ യാഥാർത്ഥ്യമാണ് അള്ളാഹു. അള്ളാഹു അവനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ഒരാളെ വെറുതെ പൊന്തിച്ചു പറയുമോ? എന്തെങ്കിലും വിചാരിച്ചേ? ഈ ആള് എന്തോ ഒരു സംഭവം കിടക്കണുണ്ടല്ലോ. കുല്ലുഹും യത്ലുബൂന റിളാഇ വ അന അത്ലുബു റിളാക യാ റസൂലല്ലാഹ്. എല്ലാവർക്കും ഇന്ന് ഈ മഹ്ശറിൽ എത്തിയാൽ എന്റെ പൊരുത്തം കിട്ടാനാണ് കൊടി. അതിനാണ് എല്ലാവരും തിക്കിത്തിരക്കണത്. എന്റെ ആഗ്രഹം അങ്ങയുടെ പൊരുത്തത്തിലാണെന്ന് അള്ളാഹു തന്റെ അടിമയോട് പറയണമെങ്കിൽ, അടിമ അള്ളാഹിനേക്കാൾ വലിയതാണോ? അതൊന്നുമല്ല. പക്ഷേ ആ അടിമയിൽ എന്തൊക്കെയോ നിക്ഷേപിച്ചിട്ടുണ്ട് അള്ളാഹു തആല. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. മുഅ്മിനെ ചിന്തിക്കണം. ഇത് അള്ളാഹു പറയുമെന്ന് എല്ലാ ഹദീസിലും ഉണ്ടല്ലോ. വെറുതെ ഒരാളെ അള്ളാഹു തആല ബീരാൻകുട്ടിയാക്കുക, അങ്ങനെ ഒരു വർത്താനം ഉണ്ട് നമ്മളെ മലപ്പുറം ഭാഷയിലൊക്കെ. വെറുതെ അങ്ങനെ സുഖിപ്പിക്കണ നമ്മളെ ബീരാൻകുട്ടിയാക്കല്ലേ എന്ന് പറയും. അങ്ങനെ അള്ളാഹു പറയുമോ? അള്ളാഹ് അങ്ങനെ ഒരാളെ വെറുതെ അങ്ങനെ കയറ്റുമോ? അള്ളാഹ് അങ്ങനെ സോപ്പിടുമോ? കുല്ലുഹും യത്ലുബൂന റിളാഇ വ അന അത്ലുബു റിളാക യാ റസൂലല്ലാഹ്. ഇന്ന് എല്ലാവർക്കും എന്റെ പൊരുത്തത്തിലാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് അങ്ങയുടെ പൊരുത്തത്തിലാണ് ആഗ്രഹം നബിയെ. തന്റെ അടിമയായ സൃഷ്ടിയോട് താൻ പറയും. അപ്പോൾ ആ അടിമ ആര്? ആ അടിമയിൽ അള്ളാഹു എന്ന ഉടമക്കാരൻ നിക്ഷേപിച്ച രഹസ്യങ്ങൾ എന്ത്? മുഅ്മിനെ ചിന്തിക്കണം. ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇതിലൊന്നും ഒരു ഉത്തരം കിട്ടൂല. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ വർത്താനം. തന്റെ ഉമ്മത്തിനെ സ്വർഗത്ത് കടത്താൻ വേണ്ടിയിട്ട് മഹ്ശറിൽ സുജൂദിൽ വീണും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മളെ കാര്യത്തിലും സുജൂദിൽ വീഴാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ ഹബീബ് നമ്മളെ കാര്യത്തിലും സുജൂദിലാണ് വീഴുന്നത്. അള്ളാഹുവിൽ നിന്ന് നമുക്കൊരു സന്തോഷത്തിന്റെ സമ്മതം വാങ്ങിത്തരാൻ
അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്ന ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. ഏതൊരു നബിക്കും ഒരു ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്. വഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാർക്കും ഒരു ഉത്തരം കിട്ടുന്ന ദുആയുണ്ട്. എൻ്റെ എല്ലാ നബിമാരും അത് ഭൂമിയിൽ നിർവഹിച്ചിട്ടും ഉണ്ട്. എന്നാൽ വഖ്തബഅതു ദഅവതി ശഫാഅൻ ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി. എൻ്റെ ആ ഒരു പ്രാർത്ഥന എൻ്റെ സമുദായത്തിലെ വൻദോഷികളുടെ പരിഹാരത്തിന് വേണ്ടി ഞാൻ നിർവഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, അപ്പോൾ ആ റസൂലുള്ളാഹിന്റെ സമുദായത്തിൽ അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറയും കുട്ടികളെ. അള്ളാഹു ആ സമുദായത്തിൽ നമ്മളാക്കി തരട്ടെ. ആ സമുദായത്തിൽ കയറി കിട്ടണം. എൻ്റെ സമുദായത്തിലെ, അതിപ്പോൾ അള്ളാഹു റസൂലുണ്ട് അംഗീകരിക്കണം, നമ്മൾ ആ സമുദായത്തിൽ പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു അംഗീകരിക്കണം, റസൂൽ അംഗീകരിക്കണം. എൻ്റെ സമുദായത്തിലെ വൻദോഷികൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി എൻ്റെ ദുആ ഞാൻ അന്ത്യനാളിൽ ചെയ്യും. ദുനിയാവിൽ എൻ്റെ പ്രയാസഘട്ടത്തിൽ പോലും ഞാൻ ആ ദുആ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ്? എൻ്റെ സമുദായത്തിൽ വൻദോഷികൾ വരും. കള്ളുടിയന്മാര്, വ്യഭിചാരികൾ. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അതിനെ തൊട്ടൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ വൻ 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 ദോഷികൾ, വൻദോഷികൾ. ശഫാഅത്തൻ ശഫാഅത്തൻ ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി. അവർക്ക് വേണ്ടി സുജൂദിൽ തേടും മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അല്ലാഹു പറയും ഇർഫഅ റഅസക ഫശ്ഫഅതു ശഫാഅ നബിയെ, നിങ്ങൾ ശഫാഅത്ത് ആഗ്രഹിച്ചോളൂ, ശഫാഅത്ത് തരാം. അത് ആർക്ക് വേണ്ടി ആണോ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ അനുവാദം തരാം. ഈ മഹ്ശറിൽ അങ്ങ് സുജൂദിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. ആര് പറയും? അല്ലാഹു പറയും ഇർഫഅ റഅസക, അങ്ങയുടെ തല എടുക്കുക, അങ്ങയുടെ തല സുജൂദിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ഞാൻ അങ്ങേക്ക് ശഫാഅത്തിന് അധികാരം തരുകയാണ് എന്ന് അല്ലാഹു പറയുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതിപ്പോ ഒരാളെ സോപ്പിടാൻ വേണ്ടി അല്ല പറയില്ലല്ലോ. അന്നല്ലേ നമുക്ക് അങ്ങനെ സോപ്പിടാൻ പറ്റൂലല്ലോ. നമുക്കാണെങ്കിൽ പറയാം സോപ്പിടാനാവും. ഞാൻ പറഞ്ഞു സോപ്പിടൽ അത് സ്വാഭാവികമല്ല. ഇപ്പം നിങ്ങളിപ്പോൾ ഇന്നത്തെ വയറിൽ എനിക്കായതുകൊണ്ട് നിങ്ങൾ ഇന്നെപ്പറ്റി ഇന്ന് വലിയ വയക്കോർ പറഞ്ഞു. നിങ്ങൾ വർത്തമാനം കേട്ടാൽ ഇന്നേക്കാളും വലിയൊരു വയറിൽ ഇനി ദുനിയാവില്ല എന്നാണ് ഇന്നത്തെ വർത്തമാനം കേട്ടാൽ തോന്നുക. ഇനി നാളെ വേറെ മൂല്യക്കാരും വരിക, അതിനനുസരിച്ച് നിങ്ങൾ അയാളെ പറ്റിയും പറയും. അതൊക്കെ അന്നുള്ള വർത്താനാണ്. അതിനൊന്നും വലിയ വിലല്ല. അങ്ങനെ അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് തുറക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വിഡ്ഢികളുടെ പിന്നാലെ കൂടണ്ട. വിഡ്ഢികൾ തന്നെയാണ്. വിഡ്ഢികളായി കുറേ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അവർ വിഡ്ഢികളാണ്. അവർക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖദർ അറിയില്ല. അതാണ് വിഡ്ഢിത്തം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖദർ അറിയുകയില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഖദറുണ്ട് എന്ന് പോലും അറിയുകയില്ല. ഖദർ അറിയണ്ട. ഖദർ എനിക്കും നിങ്ങൾക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഖദർ ഉണ്ടെന്ന് അറിയും. പുണ്യ റസൂലിന് ഒരു ഖദർ ഉണ്ട് എന്ന് നമുക്കറിയും. ആ ഖദർ നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ലല്ലോ. നാസബത്ത് ഖദറഹു ആയാതുഹു ഇളമാ അയസ്മുഹു ഹീന യുദ്അദാരി സൽമമി മൗലാ യസല്ലി വസൽ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ആ ഖദർ അനുസരിച്ചാണെങ്കിൽ മുഹമ്മദ് എന്ന പേര് കേട്ടാൽ മരിച്ചു കിടക്കുന്നവൻ ഹയാത്താവുന്ന പറഞ്ഞു. ആ ഖദർ അനുസരിച്ച് ഈ ഭൂമിയിൽ അല്ലാഹു തആല ഖദർ വെളിവാക്കിയാൽ, എന്തുകൊണ്ട് അല്ലാഹു വെളിവാക്കിയിട്ടില്ല? മനുഷ്യന് അല്ലാഹുവിന്റെ രഹസ്യങ്ങളെ വെളിവാക്കിയാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. മുഹമ്മദ് മുസ്തഫ എന്ന മഹാന്റെ രഹസ്യങ്ങൾ വെളിവാക്കിയാൽ മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹു വെളിവാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് ശ്രദ്ധിക്കണേ. ഒരു ഈസിയായി കേൾക്കരുത്. അതെന്താണ് പറയുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കണം. അതിൻ്റെ ഉള്ളിൽ അപ്പളങ്ങൾ തുറന്നു കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
ഒരു വയലിനൊരു ഉള്ളുണ്ടാവും. ഇത് വെറുതെ ഒരു കഥ പറയല്ല, ഇത് ഞങ്ങൾക്കൊരു വലിയ ഗൗരവമുള്ള ആശയം പറഞ്ഞു തരികയാണ്. അപ്പം നിങ്ങൾക്കും എനിക്കും അത് ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ ഹബീബിന്റെ ഖദർ നമുക്ക് അറിയില്ല, പക്ഷെ ഖദർ ഉണ്ട് എന്നറിയണം. ആ ഖദർ ഭൂമിയിൽ എങ്ങാനും വെളിവായാൽ ദ്രവിച്ചു പോയ അസ്ഥികൂടങ്ങൾ പോലും എണീറ്റ് നിന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു പോവും. അതാണ് മുഹമ്മദ് മുസ്തഫ. അതായത് റസൂലുള്ളാഹിന്റെ ഖദർ ഈ അള്ളാഹ് ഭൂമിയിലേക്ക് ഒഴിവാക്കിയാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കൊല്ലം മുമ്പ് മരിച്ചു പോയ ഒരാളെ മുന്നിൽ ഒരു മരിച്ച് ദ്രവിച്ചു പോയ ഒരു ഖബറിന്റെ അടുത്ത് പോയി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ എല്ല് തമ്മിൽ കൂടിയിട്ട് മനുഷ്യനായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിപ്പോവും. അത്രയും വലിയ ഖദറുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിലയിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദർ മനുഷ്യൻ എനിക്കും നിനക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഉവൈസ് എന്ന സ്വഹാബി ഉവൈസ് എന്ന താബിഈ റളിയല്ലാഹു അൻഹു അവർ വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ആരാ ചോദിക്കണത്? ഉവൈസ് റളിയല്ലാഹു അൻഹു. പ്രഗൽഭ താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ടായിരുന്നു. ഉമ്മാക്ക് സുഖക്കേടായത് കാരണം റസൂലുള്ളാഹിനെ വന്ന് കാണാൻ കഴിഞ്ഞില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ഉമ്മ മരിച്ചിട്ട് മദീനയിൽ പോയി റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഉമ്മയല്ല വഫാത്തായത്. ആദ്യം വഫാത്തായത് മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. അപ്പോൾ അള്ളാഹിന്റെ ഹബീബിന്റെ അടുക്കൽ പോവുക എന്ന ഫളിൽ നഷ്ടപ്പെട്ടു. ആ സ്വഹാബിയാവാന്നുള്ള ഫളിൽ നഷ്ടപ്പെട്ടു. ആർക്ക്? ഉവൈസിന് റളിയല്ലാഹു അൻഹു. പിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വഫാത്തായതിനു ശേഷം ഉവൈസ് പിന്നെ സ്വഹാബികളുടെ അടുത്തേക്ക് വരിക. അങ്ങനെ ഉവൈസ് വരുമെന്നും ഫഖരിഉഹു മിന്നി സലാം, അദ്ദേഹത്തിന് എൻ്റെ സലാം നിങ്ങൾ പറയണമെന്നും അദ്ദേഹത്തോട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം എന്നും മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ മഹാനാണ്. അദ്ദേഹം യമൻകാരനാണ്. യമനിലെ കറന്നാട്ടുകാരനാണ്. അദ്ദേഹം ഒരു വല്ലാത്ത പ്രത്യേകക്കാരനാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുന്ന മഹാനാണ് ഉവൈസ് എന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരിക്കലും ഈ ഉവൈസ് ഞാൻ വഫാത്തായ പിന്നെ ഉവൈസ് ഇവിടെ വരും, ഉവൈസിന് നിങ്ങൾ എൻ്റെ സലാം പറയണം, പിന്നെ ഉവൈസിനോട് ദ്വാരക്കം പറയണം എന്നൊക്കെ റസൂൽ പറഞ്ഞേൽപ്പിച്ച് റസൂൽ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ്, ഇവരൊക്കെയുള്ള ഒരു സംഘത്തിൻ്റെ അടുത്ത് വരികയാണ് ആര്യ മഹാനായ സയ്യിദുനാ ഉവൈസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബിന് മനസ്സിലായി ആൾ ഉവൈസ് തന്നെ. അദ്ദേഹത്തിന് വസൂൽ രോഗം പിടിപെട്ടിട്ടുണ്ട് എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ആ വസൂൽ രോഗം സുഖമാവുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലാ മൗലിഉ ദിർഹമിൻ, കബളിൽ ഒരു ദിർഹമിന്റെ വലിപ്പത്തിൽ ഇപ്പോഴും അതിന്റെ കല ബാക്കിയാൽ. അങ്ങനെ ഒരാളാണ് അദ്ദേഹം എന്ന് മുഹമ്മദ് മുസ്തഫ. വസൂലി പിടിച്ചു, എല്ലാം മാറി. ഇവിടെ അങ്ങനെ ഒരു കബളിന്റെ അവിടെ അങ്ങനെ ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ഇങ്ങനെ ഇപ്പോഴും ആ വസൂലിക്കല ബാക്കിയുണ്ട്. അതാണ് ഉവൈസ്. ആ ആള് വരും, നിങ്ങൾ സലാം പറയണമെന്നൊക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. അങ്ങനെ റസൂലുള്ളാഹി വഫാത്തായി ഉമർ ബിൻ ഖത്താബ്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ കാലത്ത് വരികയാണ് ഉവൈസ്. ഉവൈസ് വന്നിട്ട് സംസാരിക്കും, സലാം പറയും, റസൂലുള്ളാഹിന്റെ സലാം പറയും, ദുആ അർപ്പിക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ ഉവൈസ് ഇവരോട് ചോദിക്കുകയാണ്. എന്താ ഉവൈസ് ചോദിക്കുന്നത്? ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? എന്താ മനുഷ്യന്മാരെ ആ ചോദ്യം? എന്താണ് ആ ചോദ്യം? ആരാ ചോദിക്കുന്നത്? റസൂലുള്ള പ്രശംസിച്ച മഹാന് ഉവൈസ്. ഒന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയും. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രശംസിച്ച് പറഞ്ഞ ആളാണല്ലോ ഉവൈസ്. ഉവൈസ് പറയുകയാണ്, എന്ത്? ഹൽ റഅയ്തും റസൂലല്ലാഹ്,
നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ആയുസ് മുഴുവനും നബിയുടെ കൂടെ നടന്ന ഉമർ ഇബ്നുൽ ഖത്താബിനോട് റളിയല്ലാഹു. ആയുസ്സിലെ വലിയൊരു ഭാഗം റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഉവൈസ് വന്നിട്ട് ചോദിക്കാണ്, ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? അതെന്ത് ചോദ്യ? അതെന്ത് ചോദ്യ? മനുഷ്യന്മാര് അവർ രാവും നബിയുടെ കൂടെയാണ്, പകലും നബിയുടെ കൂടെയാണ്. യാത്ര നബിയുടെ കൂടെയാണ്, ഹളർ നബിയുടെ കൂടെയാണ്, സഫർ നബിയുടെ കൂടെയാണ്, പള്ളിയിൽ നബിയുടെ കൂടെയാണ്, കുടുംബത്തിൽ നബിയുടെ കൂടെയാണ്, കൃഷിയിടത്തിൽ നബിയുടെ കൂടെയാണ്, ബജാറിൽ നബിയുടെ കൂടെയാണ്, പഠന സന്ദർഭത്തിൽ നബിയുടെ കൂടെയാണ്, എല്ലാ മുഷാവറയിലും നബിയുടെ കൂടെയാണ്. സ്വന്തം ഭാര്യമാരെ പോലും കാണുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം ഹബീബായ നബിയുടെ അടുത്ത് വന്ന് നബിയോട് കണ്ട് സംസാരിക്കലല്ലേ? ആ മനുഷ്യരോട് പിന്നെ ഉവൈസ് വന്ന് ചോദിക്കുകയാണ്, ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഖാലു നഅം, അവർ പറഞ്ഞു അതെ കണ്ടിട്ടുണ്ട്. ഫഖാല ല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. വലാകിന്നകും സഹബത്തുമൂഹു, നിങ്ങൾ റസൂലുള്ളാഹിനോട് സഹവസിച്ചിട്ടേ ഉള്ളൂ. റസൂൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും എനിക്കും കണ്ടെത്താൻ കഴിയാത്തൊരു മഹാനാണ് മുഹമ്മദ് മുസ്തഫ. നല്ലോലെ ചിന്തിക്കണം. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീൽ അബ്താഹി വൽ ഹബീബിൽ അറബി. ഇവിടെ ചില ആളുകൾ വിചാരിക്കുന്നത് ഭൂമിയിലെ മനുഷ്യന്മാർക്ക് നിസ്കരിപ്പിക്കാനും നോമ്പൊൽപ്പിക്കാനും വേണ്ടി അള്ളാഹു ഒരു മധ്യവർത്തിയെ ഭൂമിയിലേക്ക് അയച്ചു, അതാണ് മുഹമ്മദ് മുസ്തഫ. എടോ പമ്പര വിട്ടി, നീ എന്ത് വിട്ടിയാണ്? അതൊക്കെ നബി ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതല്ലല്ലോ നബി, അതിന്റെ അപ്പുറത്തൊരാളല്ലേ. എന്താ ഉവൈസ് ചോദിക്കുന്നത്? ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ നബിയെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, പെട്ടെന്ന് സ്തബ്ധരായി പോയി, എന്താ ഈ ചോദിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉവൈസ് പറഞ്ഞില്ല, നിങ്ങൾ നബിയെ കണ്ടിട്ടില്ല, നിങ്ങൾ നബിയെ കണ്ടിട്ടില്ല, നിങ്ങൾ നബിയെ കണ്ടിട്ടില്ല. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പ്രശംസിച്ച മഹാനായ ഉവൈസ് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് നബിയെ കണ്ടിട്ടില്ല. എങ്കിൽ എങ്ങനെ കുട്ടി നീ കാണും? അപ്പറഞ്ഞ അർത്ഥം നബിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്നല്ല, നബിയെ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കാനും കേട്ട് മനസ്സിലാക്കാനും പഠിച്ചു മനസ്സിലാക്കാനും എനിക്കും നിനക്കും കഴിയൂല. അത്രയേറെ രഹസ്യങ്ങൾ അള്ളാഹു നബിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഉവൈസ പറഞ്ഞതിന്റെ താല്പര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്കും. അള്ളാഹുവിന്റെ പ്രഗൽഭ സ്വഹാബിയല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം ഒരാൾ നബിയാവുകയാണെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ നാവിന്റെ മേൽ അല്ലാഹു സത്യം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമർ മുസ്ലിമായപ്പോൾ ആകാശം മുഴുവനും ആഘോഷം നടത്തി മലക്കുകൾ ഉമറിന്റെ ഇസ്ലാമിൽ സന്തോഷിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ. ഫരിഹത്തിൽ മലായികത്തു ബി ഇസ്ലാമി ഉമറ. ഉമർ മുസ്ലിമായപ്പോൾ ആകാശ ലോകങ്ങളെല്ലാം സന്തോഷിച്ചു. അത്രയും വലിയ മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമറിനോട് ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ പറയാണ്, നിങ്ങൾ നബിയെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നീ കാണുക? പിന്നെ എങ്ങനെ ഞാൻ കാണുക? അവർ നബി ആരാണ്? നബിയുടെ വ്യക്തിത്വം എത്ര വലുതാണ്? അതൊരു നബിദിന യോഗത്തിലല്ല, 365 ദിവസവും നബിദിന യോഗം ഉണ്ടായാലും നബിയെ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ഫഇന്ന ഫളില റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻ
هنا طلق بفمه مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. 365 ദിവസം നബി നിയോഗം ഉണ്ടായിട്ട് എല്ലാ ദിവസവും പുതിയ നബി പറഞ്ഞാലും നബി പറഞ്ഞാൽ തീരൂല. കാരണം സ്വഹാബത്തിന് പോലും നബിയെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ഏത് സ്വഹാബത്തിന്? വലിയ മഹാന്മാരായ കുബ്ബാരിങ്ങളായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ഇത് ഉവൈസ് ബിൻ ആമിർ പറയുമ്പോൾ പോയി പണി നോക്ക്, ഞാൻ നബിയെ കണ്ടിട്ടുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് തിരുത്തുന്നും ഇല്ല, മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? നബിയെ പൂർണ്ണമായി ഒരാൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയാം. മുഹമ്മദ് മുസ്തഫ മുഅ്മിനെ ചിന്തിക്കണം. കേവലം നിസ്കാരം നോമ്പിന് ഏൽപ്പിക്കുന്ന വിലയല്ലാട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ്മാന്റെ കയ്യിൽ കത്ത് കൊടുത്ത്, അപ്പോൾ പോസ്റ്റ്മാൻ നമ്മളെ പരിയിൽ വന്ന് ആ കത്ത് തന്നു. ആ വില അല്ലടോ മുഹമ്മദ് മുസ്തഫാന്റെ വില. മുഹമ്മദ് മുസ്തഫ ആകാശത്ത് നിന്ന് അല്ലാഹു തആല സ്വർഗ്ഗം ആ നിസ്കാരം നോമ്പ് ഏൽപ്പിച്ചു. അത് ഇവിടെ നമ്മളെ അടുത്തേക്ക് വന്ന് ഏൽപ്പിച്ചെന്ന ആ ആള് മാത്രമല്ല മുഹമ്മദ് മുസ്തഫ. അത് നബിയുടെ ദൗത്യത്തിലെ ഒരു ദൗത്യം മാത്രമാണ്. എന്നാൽ അതൊന്നുമല്ല മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കണം. നിസ്കാരത്തിനപ്പുറമുള്ള ഒരു നബിയുണ്ട്, നോമ്പിനപ്പുറമുള്ള ഒരു നബിയുണ്ട്. നിസ്കാരത്തിൽ കിടന്ന് കണ്ണ് കുളിർക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പുണ്യ റസൂൽ പറയുന്ന നേരത്ത് സിദ്ദീഖ് പറയുന്നത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിസ്കാരത്തിൽ കിടക്കലല്ല, അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണെന്ന് മഹാനായ സയ്യിദ്നാ സിദ്ദീഖ്. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിസ്കരിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, 3 കാര്യം ഏറ്റവും ഇഷ്ടമാണ്, അതിലൊരു കാര്യം നിസ്കരിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ്നാ സിദ്ദീഖ്, എന്റെ ഏറ്റവും വലിയ ഇഷ്ടം നിങ്ങളെ മുഖത്തേക്ക് നോക്കലാണ് നബിയേന്ന് സയ്യിദ്നാ സിദ്ദീഖ്. മുഅ്മിനെ ചിന്തിക്കണം, മുഅ്മിനെ ചിന്തിക്കുക. ഗുഹയിൽ തന്റെ കാലിൽ കടത്തിയ ഹബീബായ നബി തന്റെ തൊടയിൽ തലവെച്ച് കിടന്ന് എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന് മഹാനായ സയ്യിദ്നാ സിദ്ദീഖ്. ആ സിദ്ദീഖിനെ ഖുർആൻ വർണ്ണിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തന്റെ മടിയിൽ ഹബീബായ റസൂലുള്ളാഹിനെ തല വെച്ച് കിടത്തി. എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു സയ്യിദ്നാ സിദ്ദീഖ്. മുത്തുനബി ഉറങ്ങി, സിദ്ദീഖ് ഉറങ്ങിയില്ല. എന്തുകൊണ്ട് സിദ്ദീഖ് ഉറങ്ങിയില്ല? സിദ്ദീഖിന് ആ മുഖത്തെ നോക്കിയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ നോക്കി അങ്ങനെ ഉത്തരുന്നു സയ്യിദ്നാ സിദ്ദീഖ്. അതിനിടയിൽ പാമ്പ് കടിച്ചു സയ്യിദ്നാ സിദ്ദീഖിനെ. അതൊന്നും സിദ്ദീഖിന് വലിയ വിഷയമായില്ല. ശരീരമൊക്കെ വളരെ വേദനിച്ചു. അതൊന്നും സിദ്ദീഖിന് വിഷയമായില്ല. അതിനേക്കാൾ വലിയ ആനന്ദത്തിലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാ സയ്യിദ്നാ സിദ്ദീഖ്. ആ മുഖത്തേക്ക് നോക്കുന്നതിന്റെ ആ ചന്തൻ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കേ, ഒരു മനുഷ്യനോട് ചോദിക്കുക, അത് കേവല മനുഷ്യനാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ മഹാന്മാർ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാൻ സയ്യിദ്നാ സിദ്ദീഖാണ്. ഓർക്കപ്പറ സയ്യിദ്നാ സിദ്ദീഖ് റളിയല്ലാഹു. വെറുതെ ഇരിക്കരുത് കേട്ടാ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാൻ സയ്യിദ്നാ സിദ്ദീഖാണ്. ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിനോട് എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളെ മുഖത്തേക്ക് നോക്കലാന്ന് പറയണമെങ്കിൽ ആ നോക്കൽ എന്തൊന്നില്ലേ? ഇത് പൊട്ടനാണോ ചങ്ങാതി ഈ പറഞ്ഞ്? ആരപ്പി പറഞ്ഞ്? അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ സന്തോഷം, എന്റെ സായുജ്യം അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ് എന്ന് പറയുകയാണ് സയ്യിദ്നാ സിദ്ദീഖ്. ഈ സിദ്ദീഖ് ഒരു സാധാരണക്കാരനാണോ മനുഷ്യ? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മഹാനാണ് സയ്യിദ്നാ സിദ്ദീഖ്. ഈ മനുഷ്യനൊരു പൊട്ടത്തരം പറയോ?
ഈ മനുഷ്യനൊരു വിഡ്ഢിത്തരം പറയോ? ഈ മനുഷ്യൻ ആരാ? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായി, അംബിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാൻ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ ദറജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ, അവരുടെ ദറജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അഫ്ളലുൻ നാസി ബഅദൽ അംബിയായി, അംബിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാനാണ് സയ്യിദുനാ സിദ്ദീഖ്. ഈ സിദ്ദീഖ് വിഡ്ഢിത്തരം പറയോ? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൂടി സുന്നത്ത് നിസ്കരിക്കുക എന്നല്ല പറഞ്ഞ്, നോമ്പ് വിൽക്കുക എന്നല്ല പറഞ്ഞ്, പിന്നെ എന്താ പറഞ്ഞ്? എനിക്ക് നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നേ. ഇതിപ്പോൾ ആരാ പറഞ്ഞത്? ആരെങ്കിലും ആണെങ്കിൽ ഇത് വിവരം കുറഞ്ഞ ആളെന്ന് വിചാരിക്കുക. ഇതാരാ പറയണത്? സയ്യിദുനാ സിദ്ദീഖ്. മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്കണം. അല്ലാഹു ദുനിയാവിൽ എനിക്കൊരു പരലോകത്തൊരു ഖലീലിനെ തരികയാണെങ്കിൽ അബൂബക്കറിൻ ഖലീല, എന്റെ കൂട്ടുകാരൻ പരലോകത്ത് അബൂബക്കർ എന്ന് മുഹമ്മദ് മുസ്തഫ. ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല. ഞാൻ പരലോകത്തൊരു കൂട്ടുകാരനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് അബൂബക്കറിനെ ആക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല. അങ്ങനത്തെ മനുഷ്യൻ വിട്ടിത്തരം പറയും മനുഷ്യന്മാര്. ഇതിപ്പോ ഒരു വർത്താനാണോ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കന്നെ, അങ്ങനെ വന്ന് ഇരുന്ന് നിങ്ങളെ മുഖത്തേക്ക് നോക്കിയെന്നെ. ആരാ പറയുന്നത്? സയ്യിദുനാ സിദ്ദീഖ്. ഉറക്കപ്പറ സയ്യിദുനാ സിദ്ദീഖ്. ചിന്തിക്കുക. ഈ ആളൊരു വിഡ്ഢിയാണോ മനുഷ്യന്മാര്? ഇയാൾ ആരാ? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മഹാനല്ലേ സയ്യിദുനാ സിദ്ദീഖ്. ഈ മനുഷ്യനും വെറുതെ ഒരു വാക്ക് പറയാം മനുഷ്യന്മാര്. അപ്പൊ ഈ നബി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മർമ്മാണല്ലോ. ആ മർമ്മത്തെ നമുക്ക് മനസ്സിലായിട്ടില്ല. ചിന്തിക്കണം. എല്ലാം നബിയിലൂടെ പ്രവർത്തിക്കുള്ളൂ. ഒരു വലിയ കമ്പനി ഉണ്ടെന്ന് സങ്കല്പിക്കുക. കോടാനക്കോടിയുടെ പ്രൊഡക്ഷൻ ദിവസം നടക്കുന്ന ഒരു കമ്പനിയുടെ മെയിൻ സ്വിച്ച് അങ്ങോട്ട് സ്വിച്ചിട്ടാൽ എല്ലാം പ്രവർത്തിക്കും. അതാണ് മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചത്തിന്റെ മെയിൻ സ്വിച്ചാണ് മുഹമ്മദ് മുസ്തഫ. നബി ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കൂല, ഒന്നും പ്രവർത്തിക്കൂല. അത് മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഭാഗ്യം. ഈ പ്രപഞ്ചത്തിന്റെ മർമ്മമാണ് മുഹമ്മദ്. ഈ പ്രപഞ്ചത്തിന്റെ അടിത്തറയാണ് മുഹമ്മദ്. നിസ്കാരത്തിന്റെ അടിത്തറയാണ് മുഹമ്മദ്. നോമ്പിന്റെ അടിത്തറയാണ് മുഹമ്മദ്. ദുനിയാവിന്റെ അടിത്തറയാണ് മുഹമ്മദ്. ആഖിറത്തിന്റെ അടിത്തറയാണ് മുഹമ്മദ്. സ്വർഗത്തിന്റെ അടിത്തറയാണ് മുഹമ്മദ്. എല്ലാത്തിന്റെയും അടിത്തറയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് ചിന്തിക്കണം. ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു വഫാത്താവുകയായി. അദ്ദേഹത്തിന്റെ ജനാസ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഹനി അല്ലക യാ ബസായിബി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് കാണാ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോവുകയല്ലേ അബൂ സാഹിബ്. പ്രഗൽഭ സ്വഹാബിയായ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. അപ്പോൾ ഉസ്മാൻ ബിൻ മൽഊന്റെ ഭാര്യ പറഞ്ഞു, എന്ത് നിങ്ങൾക്ക് സ്വർഗം തന്നെ, നിങ്ങൾക്ക് സ്വർഗം തന്നെ, സ്വർഗത്തിൽ പോകല്ലേ, നിങ്ങൾ സ്വർഗത്തിൽ പോവാണ്, സ്വർഗത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. ആര്? അവിടുത്തെ ഭാര്യ പറഞ്ഞു. മഹാനായ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞ്, ഇതാ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയാ, മംഗളം യാത്രാ മംഗളം, നിങ്ങൾ സ്വർഗത്തേക്ക് പോവല്ലേ. അപ്പോൾ ആ പെണ്ണിനോട് ഹബീബായ നബി തൽസമയം ചോദിച്ചു, പെണ്ണെ നിനക്ക് എന്തറിയാം? എന്താ പെണ്ണെ നീ ഈ പറയുന്നത്? അദ്ദേഹം സ്വർഗവാസിയാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഉസ്മാൻ ബിൻ മൽഊൻ സ്വർഗവാസിയാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ് കാന യഖൂമുൽ ലൈൽ വയസൂമുൻ നഹാർ.
എല്ലാം സുന്നത്ത് നിസ്കരിച്ച് നേരം വെളുപ്പിക്കും. അദ്ദേഹം പകലൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ തന്നെയല്ലേ നബിയെ? അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് മംഗളം എന്ന് പറഞ്ഞു പോയത് എന്ന് ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന സ്വഹാബിയുടെ ഭാര്യ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, പെണ്ണെ ബിഹസബിക്ക് ഖുൽതി, പെണ്ണെ അത് പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹം എല്ലാ രാത്രിയിലും സുന്നത്ത് നിസ്കരിച്ചിരുന്നു, അദ്ദേഹം എല്ലാ പകലിലും നോമ്പോറ്റിരുന്നു, അതുകൊണ്ട് സ്വർഗം കിട്ടും എന്നത് എന്ത് ഉറപ്പുള്ളത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വർഗം കിട്ടുമെന്നോ എന്ത് ഉറപ്പുള്ളത് പെണ്ണെ? ഇങ്ങനെ പറയായിരുന്നു. അയാൾക്ക് അള്ളാഹുവിനെ വലിയ ഇഷ്ടമാ, അള്ളാഹുവിന്റെ ഹബീബിനെയും ഇഷ്ടമാ എന്ന് പറഞ്ഞാൽ അത് മതിയായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതിൽ രണ്ട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്താ രണ്ടാശയം? നിസ്കാരം തള്ളിപ്പോകാം, നോമ്പ് തള്ളിപ്പോകാം, എന്നാൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചാൽ അത് തള്ളിപ്പോവുകയില്ല. ഒരാശയം അതാണ്. ഉസ്മാൻ ബിൻ മദ്ഊന് സ്വർഗത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു പോയി അവിടുത്തെ ഭാര്യ. അപ്പോൾ റസൂൽ തിരുത്തി, ഇതാരാ പെണ്ണെ എന്നോട് പറഞ്ഞ്? അപ്പൊ പെണ്ണ് പറഞ്ഞു, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും സുന്നത്ത്, പകലൊക്കെ നോമ്പും നോൽക്കും, എല്ലാ പകലും സുന്നത്ത് നോമ്പ് നോൽക്കും, എല്ലാ രാത്രിയും ഫുള്ള് തഹജ്ജുദ് നിസ്കരിച്ച് തീർക്കും. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യന് സ്വർഗം ഉണ്ടാവില്ലേ നബി? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, നിസ്കാരം തള്ളാലോ, നോമ്പ് തള്ളാലോ, തള്ളാത്ത ഒരു സാധനമേ ഉള്ളൂ. ഇന്നഹു കാന യുഹിബ്ബുല്ലാഹ വറസൂലഹു, അയാൾക്ക് അള്ളാഹിനെയും റസൂലിനെയും വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാക്ക് അംഗീകരിക്കുമായിരുന്നു. മറ്റൊരൊക്കെ അള്ളാഹ് സ്വീകരിക്കുമെന്ന് എന്തുറപ്പാണുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം ഇവിടെ ഒരു ആശയമുണ്ട്, രണ്ട് ആശയമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രമുഖമായി. ഒന്നാമത്തെ ആശയം എന്ത്? നിസ്കാരം തള്ളാം. നിസ്കാരത്തെ പറ്റി അവസാനത്തെ ആയത്ത് ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന പലർക്കും നരകമാണ് എന്നതാണ് ഖുർആനിൽ നിസ്കാരത്തെ പറ്റിയുള്ള അവസാനത്തെ ആയത്ത്. അള്ളാഹു കാക്കട്ടെ. നിസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, നിസ്കാരം തള്ളാം. ഫവൈലുൽ മുസല്ലീൻ, പല നിസ്കാരക്കാർക്കും വൈലെന്ന നരകമാണ്. മുഅ്മിനെ ചിന്തിക്കണം. നിസ്കാരം തള്ളിയ പിന്നെ നോമ്പ് തള്ളുന്ന ഉറപ്പല്ലേ? മിസൈൽ എന്നെ എത്തൂല്ലെങ്കിൽ പിന്നെ കത്തിച്ചെറിയ പടക്കത്തു, അതുറപ്പല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഏറ്റവും വലിയ അമൽ നിസ്കാരമല്ലേ? നിസ്കാരം തന്നെ നരകത്തിലേക്ക് പോകുമെങ്കിൽ പിന്നെ നോമ്പിന്റെ കാര്യം പറയാനുണ്ടോ? അള്ളാഹു കാക്കട്ടെ. എല്ലാ നിസ്കാരം നരകത്തിലേക്ക് ഒന്നല്ല, പല നിസ്കാരങ്ങളും നരകത്തിലെത്തും. അള്ളാഹു കാക്കട്ടെ. ഫവൈലുൽ മുസല്ലീൻ. മുഅ്മിനെ ചിന്തിക്കണം. പെണ്ണെ രാത്രി മുഴുവൻ മാത്രം നിസ്കരിച്ചിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ പകല് മുഴുവനും നോമ്പ് നോറ്റു എന്ന് പറഞ്ഞതിനേക്കാൾ അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചിരുന്നു എന്ന് പറയലായിരുന്നു നല്ലത് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. രണ്ടാശയമുണ്ട് ഇതില്. ഒന്ന് പ്രമുഖമായി ഇതിൽ രണ്ടാശയം. ഒന്ന്, നിസ്കാരം തള്ളാം, നോമ്പ് തള്ളാം, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചാൽ അത് തള്ളുകയില്ല. അതാണ് ഒരാശയം. രണ്ടാമത്തെ ആശയം എന്താ? നിസ്കാരവും നോമ്പുമല്ലാത്ത ഒരു അള്ളാഹുവിലും റസൂലിലുമുള്ള സ്നേഹമുണ്ട്. ചില ആളുകൾ പറയുന്നത് അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്ക് നോമ്പ് വിൽക്കലാണ്. അത് ശരിയല്ല, അത് ശരിയല്ല. എന്തുകൊണ്ട്? ഒരാൾ വന്ന ഹബീബായ നബി വേറൊരു തെളിവ് കൂടി പറഞ്ഞാൽ ഇതിന് ഉപോത്ബലകമാകും. ഒരു സ്വഹാബി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് വന്ന് പറയാണ്, നബിയെ മത്തസ്സാ, എന്നാണ് ഖിയാമത്ത് നാൾ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, എന്നായാൽ അതെന്നാണെങ്കിലും നീ അതിനു വേണ്ടി എന്താണ് തയ്യാർ ചെയ്തത്? ഫഖാല, അയാൾ പറയും, ലൈസ ഇൻദി കസറത്തു സ്വലാത്തിൻ വലാ സിയാം, എൻ്റെ അടുക്കൽ കൂടുതൽ നിസ്കാരമില്ല, എൻ്റെ അടുക്കൽ കൂടുതൽ നോമ്പുമില്ല. അപ്പൊ ഞാൻ വല്ലാതെ നിസ്കരിച്ചിട്ടുണ്ട് മീസാൻ നിറച്ച് എന്ന് പറയാനില്ല.
മീസാൻ നിറച്ച് നോമ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറയാനും ഇല്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, പക്ഷെ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വലിയ ഇഷ്ടമാണെന്ന് ആ സ്വഹാബി പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി നിസ്കാരം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അള്ളാഹിന്റെ എന്നല്ല നബിയുടെ മറുപടി. അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാളെ ആരെ സ്നേഹിച്ചോ അയാളെ കൂടെയായിരിക്കും അന്ത്യനാളിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബി പറഞ്ഞ വർത്താനം എന്താ? എൻ്റെ കയ്യിൽ കൂടുതൽ നിസ്കാരമല്ല, എൻ്റെ കൂടുതൽ നോമ്പില്ല, പക്ഷെ എനിക്ക് അള്ളാഹിനെ വലിയ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വർത്തമാനം പറയുന്ന കുട്ടികളൊന്നും നിയന്ത്രിക്കുക. ആ ബാക്ക് ഭാഗത്ത് കുറച്ച് കുട്ടികൾ കളിക്കൽ മാത്രം ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. പ്രേമം എന്നത് നിസ്കാരത്തിന്റെയും അപ്പുറമാണ്. പ്രേമം എന്നത് നോമ്പിന്റെയും അപ്പുറമാണ്. ഒരാള് ഒരു ജനതയെ അയാൾക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ അയാളെ പോലെ അവരെ പോലെ അമൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലോ അപ്പോഴും ഹബീബിന്റെ മറുപടി അന്ത്യനാളിൽ പ്രേമം കൊണ്ട് അവരുടെ കൂടെ ഇരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്, പക്ഷേ അമൽ ഇത് എത്താൻ കഴിയണില്ല. ഇനി എന്താ ചെയ്യാ? പ്രേമം കൊണ്ട് കൂടെ എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരം നോമ്പല്ലാത്തൊരു പ്രേമുണ്ട്. പ്രേമം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം നോമ്പൊക്കെ പ്രേമം തന്നെ, പക്ഷെ അതൊന്നും അല്ലാത്ത പ്രേമുണ്ട്. പറയാ അതൊരു പ്രേമാണ്. شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അല്ലാഹു ഹബീബിന്റെ ഇഷ്ടപ്പെട്ട ഉമ്മത്താകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക, അവർ പാട്ട് പാടുകയാണ്. ഇത് നിസ്കാരമല്ല, ഇത് നോമ്പല്ല, ഇത് പ്രേമമാണ്. ഇത് നബി കൽപ്പിച്ചോ? ഇല്ല. നബി കൽപ്പിച്ചോ? ഇല്ല. നബി കൽപ്പിച്ചിട്ടാണോ അവർ പാട്ട് പാടിയത്? അല്ല. ദഫ് മുട്ടിയാണ് പാട്ട് പാടിയത്. ഇത് സ്നേഹമാണ്, അൻസാരികളുടെ സ്നേഹമാണ്. ആ അൻസാരികളെ പറ്റി പുത്തി നബി എന്താ പറഞ്ഞത്? ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ, അൻസാരികളെ പ്രേമിക്കൽ ഈമാനിന്റെ അടയാളമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അൻസാരികളെ പ്രേമിക്കൽ ഈമാന്റെ അടയാളമാണ്. അൻസാരികൾ എന്തേ? നബി വന്നപ്പോൾ പാട്ട് പാടി സ്വീകരിച്ചവരാണ് അൻസാരികൾ. അൻസാരികളെ പ്രേമിച്ചാൽ അത് ഈമാന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കി ദഫ് മുട്ടി പാട്ട് പാടി മുത്ത് മുഹമ്മദ്, അതെന്താ? അത് സ്നേഹപ്രകടനമാണ്, നബിയോടുള്ള സ്നേഹം. نحن جوار من بني النجار أحبذا محمد من جاري. ബനു നജ്ജാറിലെ പെൺകുട്ടികൾ ഹബീബായ നബി വന്ന ദിവസം അവർ പാട്ട് പാടി, ഞങ്ങൾ വല്ലാത്ത ഭാഗ്യമുള്ളവരല്ലോ, ഞങ്ങൾ മുത്തുനബിയുടെ അയൽക്കാരാവുകയല്ലോ, ഞങ്ങൾ ദുനിയാവിലെ ഏറ്റവുമുള്ള ഭാഗ്യമുള്ളവരല്ലോ. ബനു നജ്ജാറിലെ പെൺകുട്ടികൾ പാട്ട് പാടി എന്ന് ഹദീസുൽ ഷരീഫിൽ കാണാം. പെൺകുട്ടികൾ ദഫ് മുട്ടി പാട്ട് പാടി. നഹ്നു ജവാരിൻ മിൻ ബനി നജ്ജാരി അഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളല്ലേ? ബനു നജ്ജാറിലെ പെൺകുട്ടികൾ ഭാഗ്യമുള്ള പെൺകുട്ടികളല്ലേ?
ഞങ്ങളുടെ അയൽപക്കത്തല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന ലോകത്തിന്റെ സൗന്ദര്യധാമം രഹസ്യ കേന്ദ്രം പാർക്കുന്നത്? ഞങ്ങളുടെ അയൽപക്കത്തല്ലേ എന്ന പെൺകുട്ടികളുടെ പഠിച്ച് പാട്ട് പാടി. ഹദീസ് ഷരീഫിൽ കാണാം. ഇത് നിസ്കാരാണോ? അല്ല. നോമ്പാണോ? അല്ല. ഇത് സ്നേഹപ്രകടനമാണ്. ആരെ സ്നേഹിച്ചോ അവരെ കൂടെ ആകാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം 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 ഇത് ചിന്തിക്കണം. ഒരാളെ പ്രേമിച്ചാൽ അയാളെ കൂടെ പോകാൻ കഴിയും. തമ്മാടിയെ പ്രേമിച്ചാൽ തമ്മാടിയുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹു കാക്കട്ടെ. നബിമാരെ പ്രേമിച്ചാൽ നബിമാരെ കൂട്ടത്തിലായിരിക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പ്രേമിച്ച നബിയുടെ കൂട്ടത്തിലായിരിക്കും. എങ്ങനെ പ്രേമിക്കുക? പറയന്നെ, കേൾക്കന്നെ. നബിയെ പറ്റി ഒരാളൊരു പാട്ട് പാടി, അപ്പൊ പോക്കറ്റിലിട്ടോ ലോക്ക് അയാൾക്കോട് കൊടുത്തു. ഒരാൾ നബിയെ പറ്റി പാട്ട് പാടി, അപ്പൊ പോക്കറ്റിലുള്ള ലോക്ക് അയാളോട് കൊടുത്തു. അതെന്തേ? അത് നബിയോടുള്ള പ്രേമാണ്. ഒരു പാട്ട് മനോഹരമായി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെപ്പറ്റി ഒരു കുട്ടി പാടിയപ്പോൾ ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാതെ നമുക്ക് അവിടുന്ന് പോകാൻ കഴിയാത്തൊരവസ്ഥ നമ്മളെ കൽബിലുണ്ടാവുക. അത് പ്രേമമാണ്. എന്തേ? ഇതേതാ കുട്ടി? ഏതോ കുട്ടി, ഏതോ മദ്രസ, ഏതോ കുട്ടി. പക്ഷെ നമുക്കത് സഹിക്കാൻ കഴിയില്ല. ആ കുട്ടി അവിടെ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ കുട്ടി നബിയെ പറ്റി പാട്ട് പാടി. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ഒരാളൊരു പ്രഭാഷണം നടത്തി. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ഒരു കുട്ടി മദ്രസയിൽ പ്രസംഗിച്ച് ആ പ്രസംഗം കേട്ടവിടുന്ന് പോകാൻ കഴിയുകയില്ല. ആ കുട്ടിക്ക് എന്തെങ്കിലും മിഠായി എങ്കിലും വാങ്ങിക്കൊടുക്കാതെ നമുക്ക് അവിടുന്ന് പോകാൻ കഴിയുന്നില്ല. എന്റെ അള്ളാന്റെ ഹബീബിനെയാണ് പറഞ്ഞത്. ഹബീബായ നബിയുള്ള പ്രേമം കാരണം ആ പ്രേമം കാരണം വിട്ടുകിടക്കാൻ കഴിയുകയില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രേമം അങ്ങനെയാണ്. ലൈലയെ പ്രേമിച്ചപ്പോൾ കൈസ് പറഞ്ഞില്ലേ, മഹശറയിൽ ലൈലയും ഞാനും വരുമ്പോൾ ലൈല എൻ്റെ ശത്രുവായിട്ട് നിന്നാലും എത്ര നന്നായിരുന്നു എന്ന് കൈസ് പറയുന്നൊരവസ്ഥ ഉണ്ട്. ഭ്രാന്തനായ കൈസ്. ഭയങ്കര വർത്താനാണത്. അതൊരു പ്രേമാണ്. കൈസ് പറഞ്ഞ് മഹശറിൽ വരുമ്പോൾ ലൈല എന്റെ ശത്രുവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ആളുകൾ ചോദിച്ചില്ലേ, ലൈല നിന്റെ ശത്രുവാകുന്നത് നിനക്ക് എന്തിനാ? അപ്പോൾ ഖൈസ് പറഞ്ഞ്, ലൈല എനിക്കെതിരെ വാദിച്ചുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ആ എതിർവാദം പറയാൻ വേണ്ടി അവളെ തൊള്ളേക്ക് നോക്കി നിൽക്കാൻ അത്രയും നേരം എനിക്ക് കഴിയുമല്ലോ. അതൊരു പ്രേമാണ്. നിങ്ങൾ ആലോചിച്ചു എന്താ ഈ പറഞ്ഞത്? മജ്നൂൻ പറയാണ്, എന്തൊരു വർത്തമാനമാണത്. എത്താണ് പറഞ്ഞതിന്റെ ഒക്കെ രഹസ്യം? മഹശറയിൽ ലൈല എനിക്ക് എതിരാളിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈല എനിക്കെതിരെ വാദിക്കുമ്പോൾ അവളോട് മറുപടി പറയാനെങ്കിലും പടച്ചോൻ എൻ്റെ അടുത്ത്, അവളടുത്ത് കുറച്ചു നേരം എന്നെ നിർത്തൂലേ, അതും മതിയിരുന്നു. എന്നാലും അത്ര നേരം ലൈലന്റെ അടുത്ത് നിൽക്കാലോ, അതിനാണ് പ്രേമം എന്ന് പറയാ. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തണുത്തിട്ടാണോ വിറച്ചിരിക്കണമെന്ന് എനിക്ക് അറിയൂല. അതല്ല, നിങ്ങൾക്ക് ഒരു തണുപ്പ് സ്വാഭാവികമായും പണ്ടേ ഉണ്ടോളും എനിക്കറിയൂല. എന്തായാലും നിങ്ങളിതൊരു പ്രതികരണം കാണുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രേമം മുത്തുനബിയോട് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ നബിയെ പറ്റി പാട്ടുപാടി, അപ്പം നമുക്ക് അവിടുന്ന് പോകാൻ കഴിയില്ല. ആ കുട്ടിക്ക് എന്തിനു കൊടുക്കണം? ഒരു പ്രസംഗം നടത്തി, അപ്പം നമുക്ക് അവിടെ എന്തിനു കൊടുക്കണം? എന്തേ ഭയങ്കര പോകാൻ കഴിയില്ല. നമുക്ക് അവിടുന്ന് പോകാൻ കഴിയില്ല. മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്കണം. ഇതാ ചരിത്രത്തിൽ ഇങ്ങനെ എത്ര ആളുകൾ കടന്നു പോയി. അല്ലാഹുവിന്റെ ഹബീബിനെ പറഞ്ഞപ്പോൾ കയ്യിലുള്ളത് മുഴുവനും ദാനം ചെയ്ത എത്രയാൾ കടന്നു പോയി. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞത് കേട്ട് കയ്യിലുള്ളത് ദാനം ചെയ്ത് ഫഖീറായ എത്ര രാജാക്കന്മാരുണ്ടായി. രാജഖജനാവ് കാലിയായി. സുൽത്താൻ അബ്ദുൽ ഹമീദ് തൂക്കി ഭരിക്കുന്ന കാലത്ത്
ഒരാൾ മുസ്തഫായ റസൂലുള്ളാഹി സ്വപ്നം കണ്ട കാര്യം പറഞ്ഞു സുൽത്താൻ അബ്ദുൽ ഹമീദിനോട്. അബ്ദുൽ ഹമീദിനെയും അയാൾ പരാമർശിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് എന്റെ ആളാണെന്ന് റസൂലുള്ള പറയുന്നതായി ഇയാൾ വന്ന് രാജദർബാറിൽ പറയാം. സുൽത്താൻ അബ്ദുൽ ഹമീദ് ഒരു പണക്കിഴി കൊടുത്തു. തുർക്കി സുൽത്താനായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ്. പിന്നെ ഒന്നുകൂടി ആ സ്വപ്നം ഒന്നുകൂടി പറയണം. അപ്പൊ പിന്നെയും ഇയാൾ ഈ സ്വപ്നം പറയും. അപ്പോൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഒരു പണക്കിഴി പിന്നെ എടുത്തു കൊടുക്കും. പിന്നെയും സുൽത്താൻ അബ്ദുൽ ഹമീദ് പറയും, ഇയാൾ കണ്ട റസൂലുള്ളാഹിനെ കണ്ട സ്വപ്നം ഒന്നും കൂടി പറയാം. അയാൾ ഒന്നും കൂടി പറയും. അപ്പൊ വീണ്ടും ഒരു പണക്കിഴി കൊടുക്കും. പിന്നെയും പറയും, ഒന്നും കൂടി പറയാൻ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടെന്ന് പറയാം. അപ്പൊ അയാൾ പിന്നെയും പറയും. അപ്പൊ പിന്നെ എടുത്തു കൊടുക്കും. അയാളെ കൈ നിറഞ്ഞ്, അയാളെ പാണ്ടൻ നിറഞ്ഞ്, അയാളെ തോള് നിറഞ്ഞ് പണക്കിഴിയുണ്ട്. പ്രധാനമന്ത്രി ബാക്കിലൂടെ വന്നിട്ട് ഇയാളോട് പറഞ്ഞ്, നിർത്തി രാജാവ് ചോദിച്ച പറയല്ലേ, രാജാവിനെ ദരിദ്രനാക്കിയില്ലടോ നീ. രാജാവ് പറഞ്ഞ്, ഈ സ്വപ്നം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ളത് മുഴുവനും തീർന്നാൽ അധികാരത്തിന്റെ ചെങ്കോലും ഞാൻ കൊടുക്കുമെന്ന് സുൽത്താൻ അബ്ദുൽ ഹമീദ് രാജദർബാറിൽ വെച്ച് പറഞ്ഞ്, അള്ളാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ച് ദരിദ്രന്മാരായ എത്ര രാജാക്കന്മാരുണ്ട്. എന്റെ പ്രേമം മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്ക്, ഇതൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ചില ആളുകളുണ്ട്, അവർക്ക് ഒരു കുട്ടികളെ ചെറിയ ഘോഷയാത്ര നടത്തുമ്പോഴത്തേന് അവർ പ്രശ്നം ഉണ്ടാക്കും. 4 തോരണം തൂക്കുമ്പോഴേക്കും അവർക്ക് ബേജാറാവും. അള്ളാഹുവിന്റെ ഹബീബിനെ ഓർത്ത് കരഞ്ഞ് കണ്ണുനീരിൽ രക്തം ചേർന്ന ആളുകൾ എത്രയുണ്ട്. അങ്ങനെയില്ലേ? കണ്ണുനീരിൽ രക്തം ചേർന്നു പറഞ്ഞിട്ടല്ലേ പൂജ തുടങ്ങിയത്. അമിൻ തദക്കുരി റനിം ബിദിഹി സലമി മസജതദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ സല്ലി വസൽ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആളുകളില്ലേ? എത്ര ആളുകളുണ്ട് അങ്ങനെ? മുഅ്മിനെ ചിന്തിക്കണം. ചിന്തിക്ക്. പ്രേമം ഒരിക്കലും വെറുതെയാവില്ല. നിസ്കാരം സ്വീകരിക്കപ്പെടാതെ പോകാം, നോമ്പ് സ്വീകരിക്കപ്പെടാതെ പോകാം, പ്രേമം സ്വീകരിക്കപ്പെടാതെ പോവുകയില്ല. പ്രേമമാണെങ്കിൽ ആരോടുള്ള? അള്ളാഹുവിനോടും റസൂലിനോടും യഥാർത്ഥത്തിൽ പ്രേമുണ്ടെങ്കിൽ. ആ ജനതയെ പോലെ നന്മ ചെയ്യാൻ കഴിയുന്നൊന്നുമില്ല. എങ്കിലും എനിക്ക് അവരെ വലിയ സ്നേഹമാണ്. നബി ചെയ്തതുപോലെ ചെയ്യാനൊന്നും കഴിയില്ല, പക്ഷെ നബി ഭയങ്കര ഇഷ്ടമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഇഷ്ടാണ്, ഭയങ്കര ഇഷ്ടാണ്. നബിയെ വലിയ ഇഷ്ടാണ്. ഒരു സഹാബി എപ്പോഴും ചരങ്ങ കഴിക്കും. എന്തുകൊണ്ട്? കാന യുഹിബ്ബു ദുബ്ബാ, ചരങ്ങ കൃഷി ഭക്ഷണം റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്. മുഹമ്മദ് മുസ്തഫ ചരങ്ങ കറി റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്. കാന യുഹിബ്ബു ദുബ്ബാ. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് ചരങ്ങ കറി ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട്? കാന യുഹിബ്ബുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചരങ്ങയെ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ സഹാബി ചരങ്ങക്കറി കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സഹാബിക്ക് അത് ഇഷ്ടമായതുകൊണ്ടല്ല, റസൂലുള്ളാഹിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം. ചരങ്ങ ഇഷ്ടപ്പെടുക, കാരണം റസൂലുള്ളാഹിക്ക് ചരങ്ങ ഇഷ്ടമാണ്. അപ്പൊ ഈ സഹാബിക്ക് ചരങ്ങ ഇഷ്ടമാണ്. മുഅ്മിനെ ചിന്തിക്കണം. വർത്തമാനം പറയാതെ ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രേമം എന്ന് പറഞ്ഞ പ്രേമം തന്നെ ആരോടുള്ള? പുണ്യ നബിയോടുള്ള.
പ്രേമം കൊണ്ട് പല്ലുകുത്തി പൊട്ടിച്ചു സയ്യിദുനാ ഉവൈസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബിയോടുള്ള പ്രേമം കാരണം അദ്ദേഹം പല്ല് കുത്തി പൊട്ടിച്ചു. ഉഹദ് യുദ്ധത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോൾ പ്രഗത്ഭനായ മഹാനായ ഈ പറയപ്പെട്ട മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി പോലും പ്രശംസിച്ചു പറഞ്ഞ ഉവൈസ് തന്റെ മുൻപല്ല് കുത്തിയത് പൊട്ടിച്ചു. എന്തുകൊണ്ട്? എന്താണ് ഇനി അത് ന്യായം? എന്ത് ന്യായം പറയാനുള്ളത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പല്ല് പൊട്ടിയത് യുദ്ധത്തിലാണ്. ഉവൈസ് പല്ല് പൊട്ടിച്ചത് യുദ്ധത്തിലല്ല. മഹബ്ബത്തൻ ലിറസൂലില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിന് മുമ്പല്ലില്ലെങ്കിൽ പിന്നെ എനിക്ക് മുമ്പല്ല് വേണ്ട. മഹബ്ബത്തൻ ലിറസൂലില്ലാഹ്. അത് റസൂലാണ്, പ്രേമാണ്. ആർക്ക്? ഉവൈസിന്. ഈ ഉവൈസ് ഏതോ ഉവൈസാണെങ്കിൽ തിരക്കടില്ല. ഇത് മുത്തുനബി പ്രശംസിച്ച ഉവൈസ് ബിൻ ആമിറാണ് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു. ഇവരെ നമുക്ക് തള്ളാൻ പറ്റുമോ? ഇത് പ്രേമല്ലേ? മുഅ്മിനെ ചിന്തിക്കണം. ഏറ്റവും കനപ്പെട്ട ഒരു കാര്യം പ്രേമമാണ്. പ്രേമത്തെക്കാൾ വലിയൊരു കാര്യമില്ല. ആരും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈമാൻ മധുരമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈമാൻ മധുരമുള്ളതായി മാറും. മധുരം. വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യം കൊണ്ട് ഈമാൻ ഹലാവയാവും, മധുരം. ഈമാൻ ഭയങ്കര മധുരവുമാണ്. അതേതാ? മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ ദുനിയാവിൽ എന്തിനേക്കാളും അല്ലാഹുവോട് പ്രേമമാവാ, മുത്തുനബിയോട് പ്രേമമാവാ. അള്ളാന്റെ ഹബീബിനോടും അള്ളാഹുവിനോടും അള്ളാന്റെ ഹബീബിനോടും മുത്ത് മുഹമ്മദ് മുസ്തഫ. പറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. പ്രേമം. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറയുകയാണെങ്കിൽ വേറിട്ട് കുളിക്കും. എന്നിട്ടോ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. എന്നിട്ടോ സുഗന്ധം പൂശും. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറയുകയാണെങ്കിൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവര് റസൂലുള്ളാഹിന്റെ വായിലൂടെ വന്നതല്ലേ ഹദീസ്. ആ ഹദീസ് പറയാൻ ഒരുങ്ങാണെങ്കിൽ ആദ്യം ഒരു ഹദീസ് പറയാൻ വേണ്ടി കുളിക്കും, നല്ല വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശും, വന്നിട്ട് ഇരിക്കും, എന്നിട്ട് ഹദീസ് പറയും. എന്തുകൊണ്ട്? ഒരു ചമയം, വല്ലാത്തൊരു അലങ്കാരം. എന്തിന്? ഈ ഹദീസിനോടുള്ള അലങ്കാരം. ആരോടുള്ള ബഹുമാനം? പ്രേമം മുത്തുനബിയോട്, മുത്ത് മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളെ പേരിൽ പോകുന്ന ഒരു മനുഷ്യൻ ഭയങ്കര നല്ല ഉഷാറായി കുപ്പായിട്ട് കോട്ടിട്ട് ടൈ കെട്ടി കണ്ണട വെച്ച് നല്ല ഉഷാറുള്ള ഫുൾ ട്രൗസർ ഇട്ട് നല്ല ഉഷാറുള്ള ഷൂട്ട് വലിയ വിലയുള്ള വാച്ച് കെട്ടി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അത് പെണ്ണിനോടുള്ള പ്രേമത്തിന്റെ ഭാഗമാണ്. എന്ത്? മോളെ പേരിൽ പോവാണ്, അപ്പോൾ അവളോടുള്ള ഒരു ബഹുമാനം. നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിള ഗൾഫിലാണ്. അപ്പൊ പുതിയണ്ണിനെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പൊ എന്ത് ചെയ്യും? കുടുംബക്കാരൊക്കെ വന്ന് അവൾക്ക് മൈലാഞ്ചി കൊടുത്ത്, മൈലാഞ്ചി ഇട്ട്, ചമയിച്ച്, കണ്ണ് കെട്ടി, നല്ല വസ്ത്രം ധരിച്ച്, ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കും. എന്തിനാ? അത് അവനോടുള്ള പ്രേമത്തിന്റെ ഭാഗമാണ്. അവന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒന്ന് ഭംഗിയായി നിൽക്കണം. ചിന്തിക്കും. പുതുമണവാളന്റെ അടുത്തേക്ക് പുതുമണവാട്ടിയെ അയക്കുമ്പോൾ ചമയിക്കും. എന്തുകൊണ്ട്? അത് പുതുമണവാളെ ബഹുമാനിക്കലിന്റെ ഭാഗം തന്നെ. അത് ബഹുമാനിക്കലാണ്. ആരാ പുതുമണവാട്ടി?
പുതുമളാട്ടി അയലത്തെ വീട്ടിലെ കുഞ്ഞാമിന, പുതുമളവാളൻ ഇപ്പുറത്തെ പരിലെ അബ്ദുറഹ്മാൻ, അല്ലെങ്കിൽ ഇപ്പുറത്തെ പരിലെ അവറാന്, അല്ലെങ്കിൽ ഇപ്പുറത്തെ പരിലെ അബ്ദുള്ള കുട്ടി. അവനാണ് ആര്? പുതിയാപ്പിള. ഒരൊറ്റ വേലി അപ്പുറത്താണ് പുതിയെണ്ണ്. കുഞ്ഞാമിനയെ കുഞ്ഞവറാൻ കെട്ടി. എന്നാൽ ആദ്യരാത്രിയിലേക്ക് കുഞ്ഞാമിനയെ പഴയ പ്രാന്തത്തെ കുഞ്ഞാമിനെയാക്കി പറഞ്ഞയച്ചാൽ അന്നത്തതോടുകൂടെ തലാക്ക് നടക്കും. പിന്നെ എന്താവും? ചമയിച്ചു പറഞ്ഞേക്കും. എന്തുകൊണ്ട്? പുതിയാപ്പിളയെ ബഹുമാനിക്കലിന്റെ ഭാഗമാണ്. ലോകത്തെ ഏറ്റവും വലിയ പുതിയാപ്പിളയാണ് മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസ് പറയണമെങ്കിൽ സുഗന്ധം പൂശുന്ന ഇമാമുകൾ ഉണ്ട്. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും, ഏറ്റവും നല്ല കുളിച്ച് വസ്ത്രം ധരിച്ചിട്ടല്ലാതെ അവരൊരു ഹദീസ് പറയുകയില്ല. എന്റെ അത് മഹബ്ബതൻ വഇസ്കൻ വമഹബ്ബതൻ ബിറസൂലില്ലാഹ്. അത് പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള ബഹുമാനമാണ്. മുഹമ്മദ് മുസ്തഫ വർക്കപ്പറ പുട്ട് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്, അപ്പോൾ നബിക്ക് വേണ്ടി ഒരാൾ സുഗന്ധം പൂശി, അത് ഇബാദത്താണ്. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു മൗലിദിന്റെ സദസ്സിൽ ഇങ്ങനെ പനിനീർ തെളിക്കും, അതൊരു ഇബാദത്താണ്. കാരണം ചമയിക്കുന്നത് റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. മുഹമ്മദ് മുസ്തഫ ഒരു മൗലിദ് ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യും? പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു പായ വിരിച്ചിട്ട് അതിന്റെ മേലെ വെള്ളം വിരിക്കും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇല്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? എന്തേ? അവിടെ മൗലൂദ് ഓടുകയാണ്. ആരുടെ സിഫത്തുകളും വസുഫുകളും മഹത്വവുമാണ് പറയുന്നത്? മുത്ത റസൂലിനെ. അപ്പോൾ ഈ വെള്ളം വിരിച്ചത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചതിന്റെ ഭാഗമാണ്, ഇബാദത്താണ്. കൂലി കിട്ടും, ഭയങ്കര കൂലി കിട്ടും. ഇതങ്ങനെ പറഞ്ഞൂടെ? പീടിയക്കൊലം അങ്ങനെ തന്നെ ഇരുന്നാൾ ഒരാൾക്ക് മൗലൂദ് ഓതിക്കൂടെ? സാധാരണ നോണ പറയുന്ന ബെഞ്ചിൽ ഇരുന്നിട്ട് രണ്ടാൾ മൗലൂദാണ് ഓതിക്കൂടെ? ഓതാലോ. പക്ഷെ എന്തേ ചെയ്തത്? മൗലൂദ് ഓടാൻ പുറപ്പെടുകയാണെങ്കിൽ അവര് അവിടെ ഒന്ന് നല്ല ബുഹൂറുകൾ കൊണ്ടൊക്കെ ഒന്ന് പുകപ്പിച്ച് പായയുടെ മേലെ നല്ല ചമയിച്ച തലയണകൾ വെച്ച്, അതിന്റെ മേലെ വിരിപ്പ് വിരിച്ച്, അതിന്റെ മേലെ കിന്നരി വെച്ച തലയണ വെച്ച്, എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അതിന്റെ മേലെ മൗലിദിന്റെ കിതാബ് വെച്ച്, പിന്നെ എല്ലാവരും കാലി കഴുകി വന്ന ആളുകൾ, ഒന്നുകൊടുത്ത് വന്ന ആളുകൾ മുഴുവനും ആ വെള്ള വിരിപ്പിലേക്ക് കയറിയിരുന്ന് ചവിട്ടി അവിടെ കയറി. പിന്നെ بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. അപ്പൊ പുതിയാപ്പിള ചമയിക്കുന്നതിനേക്കാൾ ചമയിക്കണം എന്തിനെ? മൗലിദ് ഓതാന്. ലോകത്തെ ഏറ്റവും വലിയ പുതിയാപ്പിള മുഹമ്മദ് മുസ്തഫ ബുഹൂർ പുറപ്പിക്കും. 10,000-കണക്കിന് ഒരു ചെറിയ സദസ്സിൽ വരെ മൗലിദ് ഓതണമെങ്കിൽ 1000-കണക്കിന് ദിർഹം ചെലവഴിക്കുന്ന അറബികളെ ഇപ്പോഴും ഉണ്ട്, എനിക്കറിയാം. 50 ആളുകളെ കൊണ്ടൊരു മൗലിദ് ഉണ്ടാക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ദിർഹം ചെലവാക്കുന്ന അറബികളെ UAE-യിലുണ്ട്, എനിക്കറിയാം. കുവൈറ്റിലുണ്ട്, എനിക്കറിയാം. ഖത്തറിലുണ്ട്, എനിക്കറിയാം. ഒമാനിലുണ്ട്, എനിക്കറിയാം. ഇന്നുണ്ട്. ഇക്കൊല്ലം പോലും അവരങ്ങനെ മൗലിദ് നടത്തിയിട്ടുണ്ട്. അതിൽ എൻ്റെ സ്നേഹിതന്മാർ പങ്കെടുത്തിട്ടുണ്ട്, എനിക്കറിയാം. കുറഞ്ഞ ആളുകൾ, ഒരു 10-100 50 ആളുകളെ മൗലൂദ്. പക്ഷേ അത് കൊട്ടാരം പോലെ ചമയിക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, അത് മുത്തുനബിയോടുള്ള ഇഷ്ടമാണ്. ആരെ പറ്റിയാ പറയുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ. 53-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12-ന് മദീനയിലേക്ക് കയറി വന്നു മുഹമ്മദ് മുസ്തഫ. അപ്പോഴത്തെ നിങ്ങൾ ചിന്തിക്ക്, എല്ലാവരും അവരുടെ വീടുകൾ ചമയിച്ചു വെച്ചിരുന്ന് ആ കാലഘട്ടത്തിലെ ചമയങ്ങൾക്കനുസരിച്ച് എല്ലാവരും വീട് ഒരുക്കി വെച്ചിരുന്ന് എല്ലാവരും വീടിനെ അലങ്കരിച്ചിരുന്നു, എല്ലാവരും വീട് അലങ്കരിച്ചിരുന്നു. അങ്ങനെയാണ് ഓടിക്കൂടിയത്. അതാ
വെയിൽ ചൂടായപ്പോൾ അവർ കാത്തുനിന്ന ആളുകൾ ഒന്നൽപ്പം മാറിയപ്പോഴാണ് ഹബീബ് വരുന്നത്. ഒരു ജൂതനാണ് ആദ്യം കണ്ടത്. ആ ജൂതൻ വിളിച്ചു പറഞ്ഞിതാ ജാഅനൻ നബി മുഹമ്മദുൻ, നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് നബി വരുന്നുണ്ട്. 500ഓളം അൻസാരികൾ അതേ സമയത്ത് ഓടിക്കൂടി. 500ഓളം അൻസാരികൾ പാഞ്ഞുകിട്ട് വന്ന അൻസാരികൾ. സുബ്ഹാനല്ലാഹ്, എന്റെ ആഗ്രഹം ഒട്ടകത്തിന്റെ കഴുത്തിൽ പിടിച്ചു വലിച്ച് എല്ലാ സ്വഹാബികൾക്കും അവരെ പുരയിലേക്ക് ആ ഒട്ടകത്തെ കൊണ്ടുപോകണം. നബി എങ്ങോട്ട്? അപ്പൊ അടുത്ത പുരക്കാരൻ, അല്ല നബി എങ്ങോട്ട്? അല്ല നബി എങ്ങോട്ട്? അല്ല നബി എങ്ങോട്ട്? മദീനയുടെ അതിർത്തിയിലേക്ക് 500ഓളം അൻസാരികൾ ഓടിക്കൂടി. റളിയല്ലാഹു അൻഹും. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. വീട് വിട്ടിറങ്ങി വന്നു. എല്ലാം വീട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് കയറി നിന്നു. ചെറുപ്പക്കാരി പെണ്ണുങ്ങള്, കുട്ടികളും എല്ലാവരും ഓടി വന്ന് മുത്തുനബിയെ കാണാൻ. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത്? ഓരോ പുരക്കാരും അവരെ വീട് ചമയിച്ചു വച്ചിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്ത്? അവര് ഒട്ടകത്തിന്റെ കഴുത്തിൽ പിടുത്തം കൂടി. ഹലുമ്മയിലേന ഹലുമ്മയിലേന, ഒന്നിങ്ങോട്ട് നബിയെ, ഒന്നിങ്ങോട്ട് നബിയെ, ഒന്നിങ്ങോട്ട് നബിയെ. മുത്ത് റസൂലുള്ളാഹിന്റെ ഒട്ടകത്തെ പിടിച്ചവർ പിടികൂടി. അപ്പോൾ തന്റെ കയ്യിലുള്ള ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ഒട്ടകത്തിന്റെ പെരടിയിലേക്ക് ഇട്ടു മുഹമ്മദ് മുസ്തഫ. വിട്ടേക്ക്, അതെവിടെ മുട്ടുകുത്തണം, എങ്ങോട്ട് പോകണമെന്ന് അതിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമാവട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ബനു നജ്ജാർ ഖബീലയിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിന്റെ വീട്ടുമുറ്റത്ത് മുട്ടുകുത്തി ഒട്ടകം. അപ്പോഴത്തിന് പാട്ടുകാർ വന്ന് നിറഞ്ഞ പാട്ട് പാടി. പാട്ട് തന്നെ പെരുമ്പാട്ട്, പാട്ട് തന്നെ പാട്ട്. ചിന്തിക്ക്. അബൂ അയ്യൂബിന്റെ വീട് മാളികപ്പുരയായിരുന്നു. താഴെ നബിയും സിദ്ദീഖും താമസിച്ച്, മുകളിൽ അബൂ അയ്യൂബും ഉമ്മു അയ്യൂബും താമസിച്ച്. പടച്ചവനെ സുബ്ഹാനല്ലാഹ്, അവരാ രാത്രികളിൽ കിടന്നുറങ്ങിയില്ല. എന്തുകൊണ്ട്? ഇക്റാമൻ ബിറസൂലില്ലാഹ്. ഭാര്യ കുട്ടികൾ വർത്താനം പറയരുതേ, ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഭാര്യമാർ രാത്രി മാളികപ്പുരയിൽ കിടന്നുറങ്ങിയില്ല. എന്തേ കിടന്നുറങ്ങാഞ്ഞത്? കിടന്നാൽ അത് അല്ലാഹുവിന്റെ റസൂല് താഴെ കിടക്കുമ്പോൾ മുകളിൽ കിടക്കൽ അദബുകേടാണെന്ന് അവർ മനസ്സിലാക്കി. അവർ കിടന്നുറങ്ങിയില്ല, അവർ ഇരുന്നുറങ്ങി, അവർ കിടന്നുറങ്ങിയില്ല. മഹബ്ബത്തൻ ബി റസൂലില്ലാഹ് വ ഇക്റാമൻ ബി റസൂലില്ലാഹ്. ഉറക്കപ്പറ, ഇക്റാമൻ ബി റസൂലില്ലാഹ്. മുഅ്മിനെ ചിന്തിക്കണം. ഭക്ഷണമുണ്ടാക്കി ഭക്ഷണത്തളിക കൊണ്ടുവന്ന് വെക്കും. ഭക്ഷണത്തിന് ഹബീബായ നബി ഇരിക്കും. നബിയുടെ ബേക്കിൽ വന്ന് ചാരത്തിരിക്കും മഹാനായ അബൂ അയ്യൂബ്. കൈ നീട്ടിപ്പിടിച്ച് നബിയുടെ അടുത്തിരിക്കും അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു. എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴച്ച ഭക്ഷണം അല്പം അബൂ അയ്യൂബിന് കഴിക്കണം. ഉമ്മു അയ്യൂബിന് കൊണ്ടുപോയി കൊടുക്കുകയും വേണം. സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ. അവസാനം ഹബീബായ നബി തന്നെ എന്ത് ചെയ്തു എന്നറിയോ? ഭക്ഷണത്തിന്റെ തളികയിൽ നബി ബാക്കിയാക്കൽ പതിവാക്കി. എന്തിനെ? അബൂ അയ്യൂബിന്റെ വീട്ടുകാർക്ക് നബിയുടെ ബാക്കി കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇന്നുണ്ട് പുരയിൽ സയ്യിദന്മാര് വന്നാൽ സയ്യിദന്മാരെ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഇന്നും നമ്മൾ ആഗ്രഹിക്കും. അതൊരു അദബാണ്. ഈ അദബ് തോന്നുന്നത്, ഇത് അദബ് വരുന്നത് മദീനയിൽ നിന്നാണ്. ആര് ചെയ്തു? അൻസാരികളുടെ നേതാവായ അബൂ അയ്യൂബ് അൽ അൻസാരി. ഉറക്കപ്പറ, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു. ഞാൻ നീട്ടി പറയുന്നില്ല, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ ചെയ്തതിന്റെ ബാക്കിയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം.
ഭക്ഷണത്തിന് ഹബീബായ നബി ഇരുന്നാല് ഹബീബായ നബിയുടെ ബേക്കിൽ വന്നിരിക്കാൻ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്തിനെ കൈ കാട്ടി റസൂലുള്ള കുഴച്ച ഭക്ഷണം അല്പം അബൂ അയ്യൂബിന് കൊടുക്കണം. ഇതെന്താ? ഇത് പൗരോഹിത്യം എന്ന് പറയും. ഇന്നത്തെ ആളുകള് പൗരോഹിത്യം, പണ്ഡിതന്മാര് കഴിച്ചതിന്റെ ബാക്കി മറ്റുള്ളവർ കഴിക്കുക, അവർ കുഴച്ചത് എടുത്തു കൊടുക്കുക. പൗരോഹിത്യം, പൗരോഹിത്യം, അന്ധവിശ്വാസം എന്നൊക്കെ പറയും. പക്ഷേ ഇത് ചെയ്തതാരാ? ഇത് ചെയ്തത് അബൂ അയ്യൂബാണ്. അൻസാരികളുടെ നേതാവായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഒരു വെള്ളത്തിന്റെ തൊട്ടി ഉണ്ടായിരുന്നു അബൂ അയ്യൂബിന്റെ വീട്ടിന്റെ മാളികപ്പുരയിൽ. ഇവർ ഉപയോഗിക്കുന്നതിനിടയിൽ തൊട്ടി പൊട്ടിപ്പോയി. ഒരു വെള്ളത്തിന്റെ തൊട്ടി ഉണ്ടായിരുന്നു. ഒരു മരത്തിന്റെ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു വെള്ളത്തിന്റെ തൊട്ടിപ്പാത്രം ഉണ്ടായിരുന്നു അബൂ അയ്യൂബിന്റെ വീട്ടിന്റെ മുകൾ ഭാഗത്ത്. അത് ഉപയോഗിക്കുന്നതിനിടയിൽ ആ മാളികപ്പുരയെന്ന് അത് പൊട്ടിപ്പോയി. നിറച്ച് വെള്ളമുണ്ട്, അതത് പൊട്ടി. അപ്പോഴത്തിന് എന്ത് ചെയ്ത് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത്? അതിശക്തമായ തണുപ്പുള്ള രാത്രിയാണ്. എന്താ ചെയ്തെന്നറിയോ? കയ്യിലാകെ ഉണ്ടായ പുതപ്പ് വെള്ളത്തിന്റെ മേലെയിട്ട് ഈ കയ്യിലുണ്ടായ കമ്പിളി വെള്ളത്തിൽ ഇട്ട്. എന്തിന്? വെള്ളം പെട്ടെന്ന് പിഴിഞ്ഞെടുത്ത് കളയാൻ. ഒരു തുള്ളി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മേലേക്ക് വീണാൽ അതിന്റെ നഷ്ടം ദുനിയാവ് നഷ്ടപ്പെട്ടതുപോലെയാകുമെന്ന് ചിന്തിച്ചു മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു. നിങ്ങൾ ചിന്തിക്കുക, ആ തൊട്ടി പൊട്ടിപ്പോയി. ഒരു മണ്ണിന്റെ തൊട്ടിപ്പാത്രം ഉണ്ടായിരുന്നു, അതിൽ നിറച്ച് വെള്ളം വെച്ചിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പൊ അതിശക്തമായ ശൈത്യമുള്ള മദീന നിങ്ങൾക്കറിയാലോ. മദീനയുടെ ശൈത്യം നിങ്ങൾക്കറിയില്ലേ? വേഗം എൻ്റെ തന്റെ കയ്യിലുള്ള ഈ കമ്പിളി നേരെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒപ്പി. പിന്നെ വെറുങ്ങലിച്ചതുപോലെ കിടന്നുറങ്ങി. അന്നത്തെ രാത്രി വിറങ്ങലിച്ചതുപോലെ. തണുപ്പിന് തണുപ്പ്, ഒരു പുതപ്പില്ല, ഉള്ള പുതപ്പ് വെള്ളത്തിലിട്ട്. എന്തിന്? റസൂലുള്ളാഹിന്റെ ദേഹത്ത് വെള്ളം വരാൻ പാടില്ല. തൊട്ടി പൊട്ടിപ്പോയി. തൊട്ടി പൊട്ടിയപ്പോ വേഗം പുതപ്പെടുത്തിട്ട് കമ്പിളി പോപ്പാൻ ഇട്ടാ പിന്നെ വെള്ളം കുടിച്ചോളൂല്ലോ കമ്പിളി. പക്ഷെ പിന്നെ എന്താണുള്ളത്? പിറ്റേ നേരം വെളുത്ത വെയിലും ഇല്ല, ഉണക്കാൻ പറ്റൂല. ദിവസങ്ങളോളം അവർക്ക് കമ്പിളിയില്ല, പുതപ്പില്ല. മരം കോച്ചുന്ന തണുപ്പത്ത് പുതപ്പില്ലാതെ കഴിഞ്ഞു അബൂ അയ്യൂബ് അൽ അൻസാരിയും ഭാര്യയും. എന്തിന്? റസൂലുള്ളാഹിക്ക് ഒരു തുള്ളി വെള്ളം മേലേക്ക് വീഴാൻ പാടില്ല. റസൂലുള്ളാഹി താഴെ കിടക്കുന്നുണ്ട്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് മഹബ്ബത്തല്ലേ റസൂലില്ലാഹ്. ഇതിന് പ്രേമം എന്നാ പറയാ. മുഅ്മിനേ, ചിന്തിക്ക് 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 ചിന്തിക്ക്. മുഅ്മിനേ, ഞങ്ങളെ ചിന്തിക്കണം. പ്രേമം എന്നാണ് ഇതിനൊക്കെ പറയാ. ഇത് പ്രേമമാണ്. മുഅ്മിനേ, മുഅ്മിനേ, ഇത് ചിന്തിക്കണം. ഇത് പ്രേമമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മജ്ലിസിലേക്ക് കയറിയാൽ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അതാരാണ്? മഹാനായ ഇബ്നു മസ്ഊദ്. ഉറക്കപ്പറ ഇബ്നു മസ്ഊദ്, ഉറക്കപ്പറ ഇബ്നു മസ്ഊദ്. അതെന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ അങ്ങനെ ചെയ്തത്? മഹബ്ബത്തൻ ബി റസൂലില്ലാഹ്, മുത്തുനബിയോടുള്ള പ്രേമം. മുത്ത് മുഹമ്മദ് മുസ്തഫ. നബിയുടെ ചെരുപ്പ് ആരാ കള്ളം കൊണ്ടുപോകില്ലല്ലോ. നബിയുടെ ചെരുപ്പ് ആരാ കിട്ടുകൊണ്ടുപോവാ? അല്ല മനുഷ്യന്മാരെ, നബിയുടെ ചെരുപ്പ് ആരെങ്കിലും വെക്കുവോ? അതിനെങ്ങനെ പിടിച്ചിരിക്കേണ്ട ആവശ്യം? പറയാം, നിസ്കാരമാണ് അള്ളാഹുവിനോടുള്ള പ്രേമം. നിസ്കാരം പ്രേമത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ, നോമ്പ് അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ, അതിനേക്കാൾ വലിയ പ്രേമമുണ്ട്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു മജ്ലിസിലേക്ക് കയറിയാൽ അവിടുത്തെ ചെരിപ്പെടുത്ത് നെഞ്ചിൽ വെച്ചിരുന്ന ആളാണ് ആര്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ്, മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദിന് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അവരെന്ത് ചെയ്യുമെന്നറിയോ? അവര് ഈ ചെരുപ്പെടുത്തിട്ട് നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് പിടിക്കും. ഒരു തുണി കൊണ്ട് റസൂലുള്ളാഹിന്റെ ചെരുപ്പ് കെട്ടിപ്പൊതിയും, എന്നിട്ട് ഇവിടെ അങ്ങനെ പിടിക്കും.
സഈദ് ബിൻ മസ്ഊദ് ബിഖിദ്മത്തിൻ അലൈഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്താണ് ഇബ്നു മസ്ഊദ് ജയിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്യേണ്ട ആവശ്യം? ചെരുപ്പാടെ മൂല വെച്ച പോലെ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ പറഞ്ഞ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിന്റെ ബാക്കിൽ വരിക ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹ് ഒരു സദസ്സിലേക്ക് കയറി വന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? റസൂലുള്ളാഹിന്റെ ചെരുപ്പ് എടുത്തിട്ട് നല്ല തുണിശീല കെട്ടിപ്പൊഞ്ഞിട്ട് നെഞ്ചത്ത് ഇങ്ങനെ പിടിക്കും. ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറ്റി വെച്ചാൽ പോലെ. നമ്മൾ മോലിയരും കൂടി വന്നു, പിന്നെ മോലിയരുടെ ചെരുപ്പ് എടുത്തു വെച്ച്. പിന്നെ കള്ളം കൊണ്ടുപോകാൻ എൻ്റെ പേടിയില്ല. ഒന്ന് ഇങ്ങനത്തെ ഇന്നത്തെ അത്തരം ചെരുപ്പ് കള്ളന്മാർ ആ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഒന്ന് ഇപ്പോൾ ചെരുപ്പ് കള്ളന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണ് ചെരുപ്പ് കള്ളന്മാർ. കാരണം ചെരുപ്പിന് ആ ജാതി ചെരുപ്പുകളാണ്. അപ്പോൾ കള്ളന്മാർക്ക് മുതലാവും. അപ്പോൾ ഇന്നത്തെ പോലത്തെ ചെരുപ്പ് കള്ളന്മാർ ആ കാലത്തില്ല. അങ്ങനെയൊക്കെ വലിയ എന്തോ ഒരു കള്ളം കൊണ്ടുപോകുന്ന പേടിച്ചിട്ട് എന്തിനാ അങ്ങനെ പേടിച്ചിട്ടാണോ ഒരു ചെരുപ്പ് ഇങ്ങനെ പാത്തു വെക്കണത്? എവിടെയെങ്കിലും കൊണ്ടേ അതിന് ഉയർന്ന സ്ഥലത്ത് എടുത്ത് വെച്ചാൽ പോലെ. അങ്ങനെയല്ല. എന്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്നു എന്തെന്നറിയോ? നമ്മളെ പഴയ കാലത്ത് നമ്മൾ മദ്രസയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ മുസഹഫ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വാലില്ല, ഒരു ഏങ്കോണിച്ച ഒരു എന്താ പറയുക കവറുണ്ടായിരുന്നു പഴയ കാലത്ത്. പുരകളിൽ ഉമ്മ മദ്രസയ്ക്ക് തന്നേക്കുമ്പോൾ ഒരു ഏങ്കോണിച്ച ഒരു കവറുണ്ടായിരുന്നു, തുണി കവർ. അതിലാണ് മുസഹഫ് കെട്ടുക. എന്നിട്ട് പുറത്തിങ്ങനെ മദ്രസയിലെ ബുക്ക് പിടിക്കും. പിന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോവുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു കവർ ഉണ്ടായിരുന്നു. എന്തിന്? റസൂലുള്ളാഹിന്റെ ചെരുപ്പിടാൻ വേണ്ടിയിട്ട്. ചിന്തിക്ക്. സഈദ് ബിൻ മസ്ഊദ് ബിഖിദ്മത്തിൻ അലൈഹി, ഇബ്നു മസ്ഊദ് ജയിച്ചത് റസൂലുള്ളാഹിയുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തിട്ടാണ്. റസൂലുള്ളാഹിയുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തിട്ടാണ് ഇബ്നു മസ്ഊദ് ജയിച്ചത് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ പ്രഗൽഭ സ്വഹാബിയായ ഇബ്നു മസ്ഊദ്, പ്രഗൽഭ സ്വഹാബിയായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജയിക്കുന്നത് ഹബീബായ നബിയുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തിട്ടാണ്. സഈദ് ബിൻ മസ്ഊദ് ബിഖിദ്മത്തിൻ അലൈഹി ബിനഅലിൽ മുസ്തഫ, ബിനഅലിൽ മുസ്തഫ, ബിനഅലിൽ മുസ്തഫ. വറക്കപ്പറ ബിനഅലിൽ മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തിട്ട് ജയിച്ചു. ആര്? പ്രഗൽഭനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു തുണിശീല എന്ത് ചെയ്യും? ആ തുണിശീല ഇങ്ങനെ കൊണ്ട് നടക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. എന്നിട്ട് എന്ത് ചെയ്യും? റസൂലുള്ളാഹി മജ്ലിസിലേക്ക് കയറിയാൽ റസൂലുള്ളാഹിയുടെ ചെരുപ്പ് ഇതിൽ സഞ്ചിയിലിട്ടിട്ട് അത് തന്റെ നെഞ്ചത്ത് ഹൃദയത്തിന്റെ ഭാഗത്ത് പിടിച്ചുകൊണ്ട് നിൽക്കും മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. മുഅ്മിനെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തിനാണോ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം? ചെരുപ്പോൾ എടുത്തുവെച്ചാൽ പോരെ. അത്ര വലിയ കോടിക്കണക്കിന് റുപ്യന്റെ വിലയുള്ള ചെരുപ്പൊന്നും അല്ലല്ലോ. ആയിരങ്ങൾ വിലയുള്ള ചെരുപ്പാണോ? അതും അല്ലല്ലോ. ചില രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഇട്ട ചെരുപ്പിന് വലിയ വില ഉണ്ടോ? രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ അയാളുടെ ചെരുപ്പിന് 29,000 രൂപ വിലയുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ കാണാം. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല വിലയുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുക. ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇട്ട ചെരുപ്പിന് അക്കാലത്ത് 1991 അദ്ദേഹം മരിക്കുന്നത്. അക്കാലത്ത് അതിന് 29,000 രൂപ വിലയുള്ള ചെരുപ്പായിരുന്നു എന്ന് അക്കാലത്ത് മാധ്യമങ്ങൾ എഴുതിയിരുന്നു. ഞാനിത് വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നല്ലല്ലോ റസൂലുള്ളാഹിന്റെ ചെരുപ്പ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തോലിന് ഓട്ട തുളച്ച് അതിൽ പാറിട്ട് പിടിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലളിതമായ 2 ചെരുപ്പുകൾ. ആ ചെരുപ്പിനെ നെഞ്ചത്ത് വെക്കുകയാണ്. ആരാണ് നെഞ്ചത്ത് വെക്കുന്നത്? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായ ഖുർആൻ ഓതിയ സയ്യിദ്നാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇത്ര വലിയ പണ്ഡിതനല്ലേ ഖുർആന്റെ കാര്യത്തിൽ? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായ
ഖുർആൻ ഓതിയത് ഇബ്നു മസ്ഊദ് അല്ലേ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന് ഇനി വേറൊരു നേട്ടത്തിന് ആവശ്യമുണ്ടോ? എന്തിനാ ഈ മനുഷ്യനെ ചെരുപ്പെടുത്ത് നടക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അദ്ദേഹം ചെയ്ത സേവനം ലോകത്തെ ഏറ്റവും വലിയ സേവനമാണ്. ആദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ ആൾ ഇബ്നു മസ്ഊദ് ആണ് റളിയല്ലാഹു അൻഹു. ഏതാ സൂറത്ത്? റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. ലോകത്ത് ആദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയത് ഇബ്നു മസ്ഊദ് ആണ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്ത് പോകാൻ എമ്പാടും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടല്ലോ. എന്താണത്? ലോകത്ത് ആദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ ആൾ ഇബ്നു മസ്ഊദ് അല്ലേ? അതിന്റെ കൂലി എത്ര ഉണ്ടാവും? ഈ മനുഷ്യൻ എന്തിനാണ് ഈ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്യുന്നത്? പക്ഷേ ആ ഖുർആൻ ഓതിയനെ കിട്ടിയത് അത് അള്ളാന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ ഇതുണ്ടായിരിക്കണം. ഇതാണ് അടിസ്ഥാനം. ആ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്യുക. ആരുടെ ചെരുപ്പിന്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ ചെരുപ്പ് എടുത്തിട്ട് അത് കെട്ടിപ്പൊതിച്ച് നെഞ്ചത്ത് വെക്കാന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? അത് എത്ര പ്രേമം വേണം? അതെത്ര പ്രേമം വേണം? തന്റെ ഇഷ്ടപ്പെട്ട പ്രിയതമയുടെ ചെരുപ്പ് സിറ്റൗട്ടിൽ കിടക്കണ കണ്ടപ്പോൾ ഓനത് റാഹത്ത് കിട്ടിയില്ല. അവൻ അങ്ങനെ തന്നെ എടുത്തിട്ട് അത് തട്ടിക്കുടഞ്ഞ് കൊണ്ടുപോയി ബെഡ്റൂമിൽ വെച്ചിട്ടാണ് അവൻ ഉറങ്ങാൻ കിടന്നത്. എന്തുകൊണ്ട്? അതെൻ്റെ ഇഷ്ടത്തോഴിയുടെ ചെരുപ്പാണ്. അതൊരു സമയമാണ്. പിന്നെ ഓളെ കൊറ്റി പിണങ്ങണ ഒരു കാലം ഉണ്ടാവും. അന്ന് ഓളെ ചെരുപ്പല്ല, അതിന് അപ്പുറം കണ്ടാലും അവൻ നോക്കിക്കോളൊന്നുമില്ല. ചിന്തിക്കണം. പ്രേമത്തിന്റെ ഭാഗമാണത്, പ്രേമാണത്. കല്യാണം കഴിഞ്ഞ നീട്ടില്ല. ആ സന്ദർഭത്തിൽ ഓളെ ചെരുപ്പ് കണ്ടിട്ട് ചെരുപ്പ് സിറ്റൗട്ടിൽ പുറത്തിട്ടപ്പോൾ അവന് ബേജാറായി. കുറുക്കം കൊണ്ടുപോയാലോ? കുറുക്കം അവിടെ പണ്ടില്ലേ? ഉണ്ട്. അവൻ്റെ വാപ്പാൻ്റെ ചെരുപ്പ് അപ്പുറത്ത് കിടക്കണില്ല. അതിലൊന്നും അത്ര ബേജാറില്ല. ഓളെ ചെരുപ്പ് കൊണ്ടായിരുന്നു ബേജാറ്. അഥവാ കുറുക്കനെങ്ങാനും അവളെ ചെരുപ്പിനെ കടിച്ചാൽ ആ ചെരുപ്പിൻ്റെ കുറുക്കൻ്റെ ഉമിനീര് ചേർന്നിട്ട് അവൾക്ക് പോയസുണ്ടായാലോ എന്ന് ബേജാറായി. പിന്നെ അവൻ സങ്കല്പിച്ച് ബേജാറാകുകയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? ഒക്കെ പറ്റിപ്പോയാൽ ആകാശവും ഭൂമിയും മുഴുവനും കഴിഞ്ഞുപോയി എന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സമയമാണ്. ഇത് പ്രേമത്തിന്റെ ഭാഗമാണ്. മുഅ്മിനെ ചിന്തിക്കണം. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പ് ഒരു സ്വഹാബി എന്ത് ചെയ്യാണ്? ആ സ്വഹാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് നെഞ്ചത്ത് കയറ്റി വെക്കുക. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തിൻ അലൈഹി, ഹബീബിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്യുന്നതാണ് ഇബ്നു മസ്ഊദ് ജയിച്ചിട്ടുള്ളത്. സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തിൻ അലൈഹി. ഇത് ഏതോ ആളല്ലല്ലോ ഇത് ചെയ്തത്, പ്രഗൽഭ സ്വഹാബിയല്ലേ. ഇത് മോല്യരാണെങ്കിൽ പറയാം മോല്യരല്ലേ, അന്തുണ്ടാവില്ല, അങ്ങനെ പറയാം. ഇത് മോല്യരല്ലല്ലോ, ഇത് മുസ്ലിം പറഞ്ഞത് സ്വഹാബി ചെയ്തത് കൊണ്ടല്ലേ. ഇവിടെ എതിരാളികൾക്ക് ഇവിടെ എന്ത് പറയാൻ കഴിയും? അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. പ്രേമം എന്നാൽ അത് അനർഘമാണ്. അത് അല്ലാഹുവിനും റസൂലിനുമുള്ള പ്രേമമാണെങ്കിൽ അത് അനർഘമാണ്. അതിന്റെ വില കണക്കാക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിനും റസൂലിനുള്ള പ്രേമത്തിന് വില കണക്കാക്കാൻ കഴിയില്ല. അത്രയും വലുതായിരിക്കും അത്. അതാണ് എല്ലാത്തിൻ്റെയും എസൻസ്. ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ കാരണം എന്താണ്? അത് പ്രേമമാണ്. മുത്ത് നബിയോടുള്ള പ്രേമം. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. ഹജ്ജിന് പോയി, എന്താ കാരണം? അള്ളാഹു റസൂൽ നടന്നോടത്ത് കൊണ്ട് നടക്കണം. അള്ളാഹു റസൂൽ തൊട്ടുമുത്തിയെന്ന് തൊട്ടുമുത്തണം. അപ്പൊ ഹജ്ജിൽ ആരാണുള്ളത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിൽ ആരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിയാണല്ലോ അത് ആദ്യം ചൊല്ലിയത്. അപ്പൊ റസൂലുള്ള ചൊല്ലിയതുപോലെ ചെല്ലണം. പിന്നെ ഇരുന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറയണം. നിസ്കാരത്തിൽ മുഅ്മിനായ മനുഷ്യനൊരു ആനന്ദമുണ്ട്. നേരിട്ട് സലാം പറയും ആർക്ക്? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചില മഹാന്മാർ ഹബീബായ നബിക്ക് സലാം പറഞ്ഞാൽ റസൂലുള്ള ഉടനെ തിരിച്ചു മടക്കുകയും ചെയ്യും. ഉസ്താദും ശിഷ്യന്മാരും കൂടി
ഒരു മഹാനായ സൂഫി വര്യനും തൻ്റെ മുരീദുമാരും കൂടി നിസ്കരിക്കാൻ നിന്നു. അത്തഹിയാത്തിന് നിന്ന് കുറെ നേരം കഴിഞ്ഞ് ഉസ്താദ് സലാം വീട്ടുന്നില്ല. ഉസ്താദ് ഉറങ്ങിയോ? ഉറങ്ങിയിട്ടൊന്നുമില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ല, പെറുപെറുക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ഉറങ്ങിയിട്ടില്ല. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഉസ്താദ് സലാം വീട്ടിയത്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്റെ ഉസ്താദ് നേരം വൈകിയത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞേ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ സലാം പറഞ്ഞാൽ ഇല്ലാ റദ്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സലാം മടക്കാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. സലാം അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ വഅലൈക സലാം എന്ന് സ്ഥിരമായി റസൂലുള്ളാഹി പറയാറുണ്ട്. ഫതഅഖറ അന്നി, ഇന്ന് നബി എനിക്ക് സലാം മടക്കിയില്ല. അപ്പോൾ ഞാൻ ഫഖറർത്തു, ഞാൻ പിന്നെയും സലാം പറഞ്ഞു. ഹത്താ യറുദ്ദ അലയ്യ സലാം, റസൂലുള്ളാഹി സലാം മടക്കുന്നത് വരെ ഞാൻ സലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ചില ആളുകൾ മഹാന്മാർ എന്ത് ചെയ്യും? നിസ്കാരത്തിൽ റസൂലുള്ളാഹി സലാം മടക്കുന്നത് കേൾക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പൊ എന്താ ചെയ്യാൻ? എല്ലാം അങ്ങനെയാണ്. എല്ലാം ഹജറുൽ അസ്വദ് ചുംബിച്ചപ്പോൾ അവർ എന്ത് വിചാരിച്ചു? അള്ളാഹുവിന്റെ റസൂലിന്റെ മൂക്ക് വെച്ചതാണ്, നെറ്റി വെച്ചതാണ്. അവിടെ എന്റെ നെറ്റിയും മൂക്കും വെക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സംസം കുടിച്ചപ്പോൾ എന്ത് വിചാരിച്ചു? അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വല്ലിപ്പായാകുന്ന സയ്യിദുനാ ഇസ്മായിൽ, വർക്കപ്പറ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയാണ്. ഇതിനെ ഹബീബായ നബി ആദരിച്ച വെള്ളമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഉമിനീര് സംസം വെള്ളത്തിലേക്ക് കലർത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള സംസമിൽ റസൂലുള്ളാഹിന്റെ ഉമിനീരുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടിലും ആരെ കണ്ട്? മുത്തുനബിയെ കണ്ട്. എല്ലാം മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, എന്തിനേക്കാളും അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടെങ്കിൽ ഈമാൻ മധുരമാണ്. അവൻ ഈമാൻ മധുരമാണ്. ഹലാവത്തൽ ഈമാൻ, അത്തരം ആളുകൾ ഈമാന്റെ മാധുര്യം അനുഭവിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങുക, റസൂലിലേക്ക് മടങ്ങുക. അവസാന കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലോകം ഒരു പ്രത്യേക കോണിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നന്മ തിന്മയാക്കുകയും തിന്മ നന്മയാക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. സത്യസന്ധൻ കള്ളനാക്കപ്പെടുകയും കള്ളൻ സത്യസന്ധനാക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഇന്ന് ഇന്ന് നേര് പറഞ്ഞാൽ കള്ളനാക്കപ്പെടും, കളവ് പറഞ്ഞാൽ നേരാക്കപ്പെടും. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രക്ഷപ്പെടണം. എന്താ രക്ഷപ്പെടാനുള്ള മാർഗം? അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മഹബ്ബത്തല്ലാതെ രക്ഷപ്പെടാനുള്ള വഴിയില്ല. ഇരിപ്പിൽ, നടപ്പിൽ, ചിന്തയിൽ, പെരുമാറ്റത്തിൽ, പോക്കിൽ, വരവിൽ എവിടെയും മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു. റസൂലുള്ളാഹി ഒളുവെടുത്തതുപോലെ ഒളുവെടുത്ത് പഠിക്കുക. റസൂലുള്ളാഹി ഭക്ഷണം കഴിച്ചതുപോലെ ഭക്ഷണം കഴിച്ച് പഠിക്കുക. റസൂലുള്ളാഹി കുളിച്ചതുപോലെ കുളിച്ച് പഠിക്കുക. റസൂലുള്ളാഹി ഉളു ചെയ്തതുപോലെ ഉളു ചെയ്ത് പഠിക്കുക. റസൂലുള്ളാഹി കുടുംബത്തിൽ പെരുമാറിയതുപോലെ കുടുംബത്തിൽ പെരുമാറി പഠിക്കുക. കുഞ്ഞുമക്കളോട് വലിയ സ്നേഹമായിരുന്നു ഹബീബായ റസൂലുള്ളാഹിക്ക്. കുട്ടികളോട് തമാശ പറയും, കുട്ടികളോട് കൂടെ ഓടിക്കളിക്കും. കുട്ടികളെ ഓട്ടവും ചാട്ടവും മത്സരം നടത്തും. കുട്ടികൾ ഓടി വന്ന് ഹബീബായ നബിയുടെ മുതുകിലേക്ക് വീണും വയറ്റിലേക്ക് വീണും കുത്തിമറിയും. ചിലപ്പോൾ നബിയുടെ പള്ളയിൽ കുട്ടികൾ തൂങ്ങി നിൽക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ ഒരു രാത്രി നബിയുടെ വാതിൽ തട്ടി. റസൂലുള്ളാഹി വന്ന് വാതിൽ തുറന്നേ, രണ്ട് ഭാഗത്തും എന്തോ ഒരു കട്ടിയുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ നബിയുമായി സംസാരിച്ചു. പിരിഞ്ഞു പോന്നപ്പോൾ നബിയോട് ചോദിച്ചു, നബി എൻ്റെ അങ്ങയുടെ ഈ ഭാഗത്ത് രണ്ട് എന്തോ സാധനം തടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി അവിടുത്തെ അരയുടുപ്പൊന്നിങ്ങനെ മാറ്റി കാണിച്ചു. രണ്ട് ഭാഗത്തും രണ്ട് കുട്ടികൾ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. ഒന്ന് ഹസൻ, ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു.
ഇതാണ് റസൂലുള്ളാഹിന്റെ അവസ്ഥ. അപ്പോൾ കുട്ടികളെ തമാശ അടിപ്പിക്കും. നബി കുട്ടികളോട് പെരുമാറിയതുപോലെ പെരുമാറി പഠിക്കുക. നബി എങ്ങനെ പെരുമാറിയോ അങ്ങനെ പെരുമാറ്റം പഠിക്കുക. ഏറ്റവും മൃദുലമായി സംസാരിക്കുന്ന ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ. പരുഷമായ വാക്ക് പറയില്ല, മൃദുലമായി സംസാരിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നമ്മൾ മൃദുല സംസാരം പഠിച്ചു. അത് മഹബ്ബത്ത് റസൂലില്ല. മുത്തുനബി പറയുന്നത് പോലെ പറഞ്ഞു പഠിക്കുക. മുത്തുനബിയുമായി മുത്തുനബിയുടെ കുടുംബത്തെ സ്നേഹിക്കുക. അവരുടെ അപദാനങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ആഖിർ സമാനാണ്. എവിടെയും കള്ളനാണയങ്ങൾ ഇറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് കൊണ്ടല്ലാതെ ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള കാലഘട്ടം വളരെ ഭയാനകമാണ്. ആ കാലഘട്ടത്തിൽ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുകയും വേണം. റബ്ബിന്റെ സഹായത്താൽ ഇവിടെ ബഹുമാനപ്പെട്ട മദ്രസയുടെ ഒരു വരുമാനത്തിന് വേണ്ടി ഒരു കോട്ടേഴ്സ് നിർമ്മിക്കുക എന്നൊരു താല്പര്യം ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കുണ്ട്. വലിയ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു പരിപാടിയാണത്. വലിയ ലക്ഷങ്ങൾ അതിന്മേൽ ചെലവ് വരും. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ എല്ലാവരും നിങ്ങൾ അതിനെ സഹായിക്കണം. എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്തുകൊണ്ട് ഇതില്ലെങ്കിൽ അടുത്ത തലമുറയിൽ ദീനി പഠനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ദീൻ, അതാണല്ലോ സംരക്ഷിക്കപ്പെടേണ്ട ദീൻ. അല്ലാഹു തആല അത് സംരക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആ മദ്രസക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആ കെട്ടിടത്തെ നിങ്ങൾ സഹായിക്കണം. ഞാൻ ഇന്നാലിന്നത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഞാൻ